വെൽക്കം ടു ഓൺലൈൻ ക്ലാസ് റൂം. ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സിനെ കുറിച്ചാണ്. ഒരു പക്ഷേ ഈ ക്ലാസ് കേൾക്കുന്നതിൽ സയൻസ് സ്റ്റുഡൻസ് ഉണ്ടാവും, ഹ്യൂമാനിറ്റീസ് ഉണ്ടാവും, ഓൾറെഡി പഠിച്ച സ്റ്റുഡൻസ് ഉണ്ടാവും, ഡിഗ്രി മറ്റു സ്ട്രീമുകൾ എടുത്ത ആൾക്കാരുണ്ടാവും. എല്ലാ ആൾക്കാർക്കും ഒരുപോലെ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ബേസിക്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു രസം കിട്ടാനുള്ളത്. നോക്കാം നമുക്ക് എന്താണ് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ള ജസ്റ്റ് ഒരു കഥ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റും. രണ്ട് ഫ്രണ്ട്സുകൾ അവരെന്ത് ചെയ്യാണ്, 10 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കച്ചവടം ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ അവർ പ്ലാൻ ചെയ്തു. അവരൊരു കൊമേഴ്സ് സ്ട്രീം പഠിച്ച ആൾക്കാരൊന്നുമല്ല. പക്ഷെ അവരെന്ത് ചെയ്യാണ്, 2 ആൾക്കാർ കൂടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് ചെയ്തു, തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്തു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 10 ഡേയ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്ത് ചെയ്തു, 10 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ആദ്യം നോക്കെന്താ, ഇങ്ങനെ ഈ 10 ഡേയ്സ് ബിസിനസ് നടത്തിയപ്പോൾ അവർക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയേണ്ടതുണ്ട്. ശരിയല്ലേ? കാരണം അവർ ഈ 10 ദിവസം നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്, അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അവർ ഈ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്താ കാൽക്കുലേഷനിലൊക്കെ എടുക്കുന്നത്, ഒന്ന് വെറുതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനേഷൻ കൊണ്ടുവരാൻ പറ്റും അല്ലേ? എന്താന്നുള്ള ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താണ് അവര് 10 ദിവസം നടത്തിയ ബിസിനസ് ലാഭമാണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ കണക്കുകളൊക്കെ ഒന്ന് നോക്കൂലേ. എങ്ങനെ കണക്ക് നോക്കാം? ആദ്യം അവരെന്ത് ചെയ്യും, ഇൻകം ഫുള്ള് ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, എക്സ്പെൻസ് നോക്കും. എന്നിട്ടോ ഇൻകത്തിൽ നിന്നും എക്സ്പെൻസ് കുറച്ചിട്ടാണ് അവർക്ക് എന്ത് കിട്ടുക, ലാഭം കിട്ടുക എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റൂലേ. അപ്പോൾ ഏതൊരാൾക്കും ഏത് ബിസിനസ് നടത്തിയാലും അവർക്ക് അറിയേണ്ട ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ് അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് ബിസിനസ്സും ഏത് ഓർഗനൈസേഷനും അതിനി നോൺ പ്രോഫിറ്റ് ആവട്ടെ, അവർ പ്രോഫിറ്റ് മോട്ടീവ് അല്ലാത്തതാവട്ടെ, അവർക്കും അറിയണം അവരുടെ വരവ് എത്രയാണ് അല്ലെ, അവരുടെ ഇൻകം എത്രയാണ്, അവരുടെ എക്സ്പെൻസ് എത്രയാണ്. അത് ബേസ് ചെയ്തിട്ട് വേണം അവർക്ക് ഫ്യൂച്ചറിലെ ഡിസിഷൻസ് എടുക്കാനും. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഈ കഥ തന്നെ നോക്കിയാൽ മനസ്സിലാവും, ഈ 2 ആൾക്കാർക്ക് അവരിനി ബിസിനസ് തുടരണോ വേണ്ടെന്ന് എന്ത് ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത്, ആ 10 ഡേയ്സിന്റെ അവർക്ക് കിട്ടിയ ഇൻകവും അവർ സ്പെൻഡ് ചെയ്ത എക്സ്പെൻസും അവർ മാച്ച് ചെയ്ത് നോക്കുകയാണ് അല്ലെ. ഇൻകമാണ് കൂടുതലെങ്കിൽ, എക്സ്പെൻസിനേക്കാൾ ഇൻകമാണ് കൂടുതലെങ്കിൽ അവർക്ക് എന്ത് മനസ്സിലാവും, അവരുടെ ബിസിനസ് ലാഭമാണെന്ന് അവർക്ക് മനസ്സിലാവും. നേരെ മറിച്ച് അവർക്ക് എക്സ്പെൻസ് ആണ് കൂടുതൽ, ഇൻകം വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ അവർ ഈ ബിസിനസ് തുടരണോ വേണ്ടേ? നമുക്കറിയാം അവരൊരിക്കലും എന്ത് ചെയ്യില്ല, ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. പകരം അവർ ഡിസിഷൻസ് എടുത്ത് ബിസിനസിന്റെ രീതി മാറ്റി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, പ്രോഫിറ്റബിൾ ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പൊ അവർക്ക് ഈ രീതിയിൽ അവരുടെ അക്കൗണ്ട്സും പ്രോഫിറ്റബിലിറ്റി റിസൾട്ടും ഒക്കെ നോക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തൊരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തൊരു ഡിസിപ്ലിനാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നിങ്ങൾ ലോകത്ത് എവിടെ പോയി ഏത് ബിസിനസ്സിൽ നിങ്ങൾ ജോബ് ചെയ്യുകയാണെങ്കിലും അവർക്കൊക്കെ ഒരേപോലെ ആവശ്യമുള്ള ഒരേ ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ്ജക്ട് നമ്മൾ പഠിക്കുന്നതോടുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു വലിയൊരു ഓപ്പണിംഗ് ആണ് കിട്ടുക. ഓക്കെ, ഇതിൽ വേണ്ടത് എന്താണ്, ഇതിന്റെ ബേസിക്സും കൺസെപ്റ്റും നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. നമുക്കിതിന്റെ എന്താ പറയാ ബ്രാഞ്ചിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും വരുന്നതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് അതിന്റെ സ്കോപ്പ് മനസ്സിലായി, എന്തിനാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അറിയുന്നത് തന്നെ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന രീതിയിലാണ്. ഒരു ബിസിനസിന്റെ ലാംഗ്വേജ് എന്നാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് അറിയപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ ഏതൊരു ബിസിനസ്സും അവർക്കൊരു ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് വേണം. ക്ലിയർ? നമുക്ക് അറിയാം, ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു അക്കൗണ്ടന്റ് ഉണ്ടാവും, എഞ്ചിനീയറിംഗിന്റെ തന്നെ സിവിലും മറ്റു കാര്യങ്ങളാണെങ്കിൽ അവിടെ അക്കൗണ്ടന്റ് ഉണ്ടാവും അല്ലെ. അങ്ങനെ ഒരുപാട് മേഖല എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് സ്ട്രീമിന്റെ ഏരിയ അല്ല, ഇൻഡസ്ട്രി അല്ല. എന്നാലും എല്ലാ ഇൻഡസ്ട്രിയിലും നമുക്ക് എന്ത് വേണം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ആദ്യം നമുക്ക് എന്ത് നോക്കാം, അക്കൗണ്ട്സിന് 4 ബ്രാഞ്ചസ് ഉണ്ട്. അതിന് നമ്മൾ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്, ഒന്ന് ബുക്ക് കീപ്പിംഗ് ആണ്. ബുക്ക് കീപ്പിംഗ് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ തന്നെ ഒരു പ്രൈമറി സ്റ്റേജ് ആണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. മൂന്നാമത്തേത് കോസ്റ്റ് അക്കൗണ്ടിങ്. നാലാമത്തേത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ, 4 ബ്രാഞ്ചസ് ഉള്ളത്. ബുക്ക് കീപ്പിംഗ് ഉണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉണ്ട്. ഇത് 4 അക്കൗണ്ട്സിന്റെ ബ്രാഞ്ചസ് ആണ്.
നമ്മൾ ഇവിടെ എടുക്കുന്നത്, നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഈ ഓൺലൈൻ ക്ലാസ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. ആ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ തന്നെ പ്രൈമറി സ്റ്റേജിലാണ് ബുക്ക് കീപ്പിംഗ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ബുക്ക് കീപ്പിംഗ് എന്നുള്ളതും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും നമ്മുടെ ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് എന്തായി മാറും? തറവായി മാറും. ഓക്കെ, രണ്ടാമത്തതും ഫസ്റ്റത്തും സെക്കൻഡും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. തേർഡും ഫോർത്തും കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. നമുക്കറിയാം CMA എന്നുള്ള കോഴ്സ് അറിയാം അല്ലെ. CMAന്റെ പ്രത്യേകത എന്താ? കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനും കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ട്. നമുക്ക് അതിന്റെ ടോപ്പിക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതാത് സബ്ജക്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റും മാനേജ്മെന്റും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചെറിയൊരു വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പാർട്ടീസിനും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട്സ് ആണ്, ആക്സസ് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട്സ് ആണ്. നിങ്ങൾക്ക് അടിച്ചു നോക്കാം, റിലയൻസിന്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഇയർ അടിച്ചു കഴിഞ്ഞാൽ ആ ഇയറിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് നെറ്റിൽ അവൈലബിൾ ആണ്, റൈറ്റ്? ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും യൂസ് ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അത് കമ്പൽസറി ആണ്. എല്ലാ ഓർഗനൈസേഷനും നിർബന്ധമായിട്ട് ഉണ്ടാക്കേണ്ട അക്കൗണ്ട്സ് ഏതാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പ്രത്യേകത എന്താ? കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ യൂസിനാണ്. അവരുടെ ബിസിനസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് ഇന്റേണലി ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അതൊരിക്കലും എക്സ്റ്റേണൽ പാർട്ടീസിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും അത് ഇന്റേണൽ യൂസിനാണ്. അവരുടെ കോർ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് അക്കൗണ്ട്സ് ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് പേരിൽ തന്നെ ഉണ്ട് അല്ലേ? മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫോക്കസ് ചെയ്യുന്നത് തന്നെ ഡിസിഷൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എനിവേ ജസ്റ്റ് എന്താണ് ഞാൻ പറഞ്ഞത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടിങ്ങിന്റെ പ്രൈമറി സ്റ്റേജ്, ഒരു അക്കൗണ്ടിങ്ങിന്റെ പ്രൈമറി സ്റ്റേജ്. അക്കൗണ്ട്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, എന്നാൽ ബുക്ക് കീപ്പിംഗിന്റെ ഒരു ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസ് ട്രാൻസാക്ഷന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ആള്, അതാണ് ആര്? ബുക്ക് കീപ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്. ജസ്റ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാം, ആ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആള്, അയാളാണ് ബുക്ക് കീപ്പർ എന്ന് പറയുന്നത്. ഇനി ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലേക്ക് വന്നാലോ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലേക്ക് വന്നാലോ, അവിടെ റെക്കോർഡിംഗ് ഉണ്ട്, അത് ചെയ്യുന്നത് ബുക്ക് കീപ്പർ ആയിരിക്കാം. അത് കഴിഞ്ഞിട്ടോ ക്ലാസിഫൈങ് ഉണ്ട്, ലെഡ്ജർ ഉണ്ട്, ട്രയൽ ബാലൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ബാലൻസ് ഷീറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ് ഇന്റേണൽ യൂസേഴ്സ് അവരുടെ ആവശ്യത്തിനും എക്സ്റ്റേണൽ യൂസേഴ്സും മറ്റു പർപ്പസിനും നമ്മുടെ അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വന്നാലോ, കോസ്റ്റ് അക്കൗണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം VKC പോലെ വലിയ വലിയ മാനുഫാക്ചർ, PK സ്റ്റീൽസ്, അവരൊക്കെ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റിനെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാ കോസ്റ്റ് അക്കൗണ്ടന്റ് അവർ ഇൻഡസ്ട്രിയിൽ പോസ്റ്റ് ചെയ്യുന്നത്? കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനുമാണ്. അതേപോലെ ഓരോ പ്രോഡക്റ്റിന്റെയും ഓരോ ജോബിന്റെയും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, അത് പ്യോർലി ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്, ഡിസിഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ നോക്കാം. ആരെ ഈ ഡെഫിനിഷൻ കൊണ്ടുവന്നത്? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. നമുക്കറിയാം ഇന്ത്യയിൽ CA എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്കറിയാം, ചാർട്ടേഡ് അക്കൗണ്ട് അവരുടെ ബോഡി നിങ്ങൾക്കറിയാം, ICA എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അക്കൗണ്ട്സിന്റെ സുപ്രധാനമായ എല്ലാ ഡിസിഷൻസും എടുക്കുന്ന ICA ആണ്. അതേപോലെ അമേരിക്കയിലെ അക്കൗണ്ടിങ്ങിന്റെ വലിയൊരു ബോഡിയാണ് AICPA എന്ന് പറയുന്നത്. അവരുടെ ഡെഫിനിഷനാണ് വളരെ പോപ്പുലർ ആയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഓക്കെ, ഈ ഡെഫിനിഷൻ നോക്കിയാൽ ഇതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ട് അവർ പറയുന്നത്. അപ്പോൾ ഇതിൽ പഠിക്കുന്ന ഓരോ കണ്ടന്റും ഇതിൽ പറയുന്ന ഓരോ ടേമും നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ആ ഡെഫിനിഷൻ പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ in terms of money, transactions and events which are in part at least of financial character and interpreting the result thereof.
ഈ ഡെഫിനേഷൻ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, എന്താ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ? അക്കൗണ്ടിംഗ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ്. അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എൻ ആർട്ട് അല്ലേ? അതൊരു കലയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് ഇതിന്റെ പ്രിൻസിപ്പിൾസ് അറിയണം, സ്റ്റാൻഡേർഡ്സ് അറിയണം. അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ഈ അക്കൗണ്ട്സ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഡെഫിനേഷനിൽ കൊടുത്തത്? അക്കൗണ്ടിംഗ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് അല്ലേ? റെക്കോർഡിംഗ് ഉണ്ട്, ക്ലാസിഫൈങ്, ഇതൊക്കെ ഒരു ആർട്ടാണല്ലേ, ഒരു കലയാണ് അല്ലേ? ആ രീതിയിലാണ് നമ്മൾ അക്കൗണ്ട്സിനെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നല്ല രസകരമായി നമുക്ക് പഠിക്കാൻ പറ്റുന്നുള്ളത് അല്ലേ? അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ജേർണലാണ്, ജേർണലൈസിംഗ് ആണ്, ജേർണൽ എൻട്രി ആണ്. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഒരു ജേർണൽ എൻട്രീന്റെ ഫോർമാറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ 1 by 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും. അതിനാണ് ജേർണൽ എന്ന് പറയാം. അക്കൗണ്ട്സിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഡ്യൂട്ടി എന്താണ്? ഓരോ ബിസിനസ് ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യാന്നുള്ളതാണ്? റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ്. അത് നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിലാണ്, ടൈം ബേസിസിൽ നമ്മൾ ജേർണൽ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ റെക്കോർഡ് ചെയ്ത എല്ലാ ഐറ്റംസും നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഓരോ ടൈപ്പ് അല്ലെങ്കിൽ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിനും നമ്മൾ ഓരോ ലെഡ്ജർ ഫോം ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓരോ ടൈപ്പ് ട്രാൻസാക്ഷനും ഓരോ ടൈപ്പ് അക്കൗണ്ടിനും നമ്മൾ സെപ്പറേറ്റ് ലെഡ്ജർ ഫോം ചെയ്യുന്നതാണ് ക്ലാസിഫൈങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാഷുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും ക്രോണോളജിക്കൽ ഓർഡറിലാണ് റെക്കോർഡിങ്ങിൽ ഉണ്ടാവുക. അത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ക്യാഷ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിലേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതുന്നുള്ളതാണ്. ഓക്കെ, പർച്ചേസുമായി ബന്ധപ്പെട്ടത് എന്നാണോ പർച്ചേസിന് ആ ഡേറ്റിലാണ് റെക്കോർഡിങ്ങിൽ ഉണ്ടാവുക. എന്നാൽ പർച്ചേസുമായി റിലേറ്റ് ചെയ്യുന്ന ഫുൾ ഐറ്റംസും പർച്ചേസ് അക്കൗണ്ടിൽ നിന്നുള്ള ക്ലാസിഫൈങ് എന്നുള്ള ലെഡ്ജറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? പോസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ പ്രൈമറി സ്റ്റേജ് റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റോ ഓരോ റെക്കോർഡ് ചെയ്ത ഐറ്റംസിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യും, അതാത് സെപ്പറേറ്റ് അക്കൗണ്ട്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്? പോസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. മൂന്നാമത് അതിനെ സമ്മറൈസ് ചെയ്യാം. ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ സെയിൽസ് എത്ര നടന്നു, സെയിൽസ് ഡ്യൂറിങ് ദ ഇയർ, അല്ലെങ്കിൽ സെയിൽസ് ആ മന്തിൽ എത്ര നടന്നു, അതിനാണ് നമ്മൾ സമ്മറൈസിംഗ് എന്ന് പറയാം. ഒരു വർഷത്തെ ടോട്ടൽ സെയിൽസ് കിട്ടും, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് നമ്മൾ എത്ര ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു, എത്ര പർച്ചേസിന് വേണ്ടി നമ്മൾ എമൗണ്ട് സ്പെൻഡ് ചെയ്തു, ഇയറിൽ നമ്മൾ റെന്റ് എത്രയാണ്, അതാണ് നമ്മൾ സമ്മറിയിൽ കിട്ടുക. ഓക്കെ, അപ്പൊ അക്കൗണ്ടിങ്ങിൽ ഞാൻ എന്താ പറയുക? ആദ്യം റെക്കോർഡ് ചെയ്യാം, പിന്നെ ഓരോന്നിനും ഓരോ ലെഡ്ജർ ഫോം ചെയ്യാം. അടുത്തതാണ് സമ്മറൈസിങ്. സമ്മറൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ലെഡ്ജറും ഓരോ അക്കൗണ്ടും നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്തിട്ട് നമ്മൾ അതിനൊരു ട്രയൽ ബാലൻസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരച്ചിട്ട് ഓരോന്നിന്റെയും സമ്മറി ചെയ്യും അല്ലെ? റെന്റ് ഒരു വർഷം ഇത്ര പെയ്ഡ് ആണ്, ഇത്ര ക്യാഷ് ബാലൻസ് ഇപ്പോൾ ഉണ്ട്, നമ്മളെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഇത്രയാണ്, അതാണ് സമ്മറിയിൽ നമ്മൾ കാണിക്കാൻ പോണത്. അതാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ 3 സ്റ്റെപ്പ് അല്ലെങ്കിൽ 3 പ്രൊസീജിയർ ഞാൻ പറഞ്ഞു അല്ലേ? അക്കൗണ്ടിങ്ങിന്റെ സ്റ്റാർട്ടിങ് എന്താണ്? റെക്കോർഡിംഗ് ആണ്, ജേർണലാണ്, ക്ലാസിഫൈങ് ലെഡ്ജർ ആണ്, സമ്മറൈസിങ് നമുക്കറിയാം ട്രയൽ ബാലൻസ് ആണ്. ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ, അത് ചെയ്യുന്നതിനൊരു പ്രോപ്പർ മാനർ ഉണ്ട് അല്ലെ? ആദ്യം തന്നെ നമുക്ക് ട്രയൽ ബാലൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. ആദ്യം നമ്മൾ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം, എന്നിട്ട് അത് ബാലൻസ് ചെയ്തിട്ടാണ് ട്രയൽ ബാലൻസിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിംഗ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ അറ്റ് ലീസ്റ്റ് ഇൻ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ അല്ലെ? എന്താ പറയുന്നത്? ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ള ഐറ്റംസ് മാത്രം അല്ലെങ്കിൽ മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് മാത്രം നമ്മൾ അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവരുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് റെക്കോർഡ് ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ ഒരു സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെ പുറത്താക്കില്ലേ, സ്റ്റാഫിനെ നമ്മൾ എന്ത് ചെയ്തു? ടെർമിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്തു. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂല? അക്കൗണ്ട്സിൽ അത് കാണിക്കാൻ പറ്റൂല. അക്കൗണ്ട്സിൽ നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യണമെങ്കിലും അത് ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ളതായിരിക്കണം. ഇപ്പൊ നമ്മുടെ ഗോഡൌൺ ഫയർ സംഭവിച്ചു, അത് നമുക്ക് റെക്കോർഡ് ചെയ്യാം. കാരണം എന്താ? അവിടുത്തെ സ്റ്റോക്ക് നമുക്ക് എന്തായി? ലോസ് ആയി. ആ ലോസിന്റെ വാല്യൂ ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ളതായതുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്, നമ്മളെ മാനേജ്മെന്റിന്റെ ആ ഗുഡ് ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പകരം ഫിനാൻഷ്യൽ ക്യാരക്ടറിലേക്ക് അതിനെ ആക്കാൻ പറ്റുമെങ്കിൽ, ഏതെങ്കിലും ഒരു രീതിയിൽ ഫിനാൻഷ്യൽ ക്യാരക്ടറിന്റെ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ, ഒരു മണി കണ്ടന്റ് അതിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം, സമ്മറൈസ് ചെയ്യാം. പിന്നെന്താ പറയുന്നത്? ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്. ഇത്രയും ചെയ്തത് റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, സമ്മറൈസ് ചെയ്തു. ഇത്രയും ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാ? ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസിന്റെ റിസൾട്ട് കണ്ടുപിടിക്കണം അല്ലെ? മെയിൻലി 2 റിസൾട്ടാണ് ബിസിനസ്സിനുള്ളത്. ഒന്ന്
ഒരു വർഷം റൺ ചെയ്തിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഉണ്ടാക്കുന്ന അക്കൗണ്ട് ആണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇപ്പൊ ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ടിൽ നമുക്ക് രണ്ട് റിസൾട്ട് വേണം. ഫസ്റ്റ് വൺ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കണ്ടുപിടിക്കാനുള്ള ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, രണ്ടാമത്തേത് ബിസിനസ് എത്രത്തോളം ഫിനാൻഷ്യലി സൗണ്ട് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ബാലൻസ് ഷീറ്റുമാണ്. ഓക്കെ, ഇപ്പൊ ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് എന്നുള്ള ടേമിൽ രണ്ട് റിസൾട്ട് ആണ് നമ്മൾ കാര്യമായിട്ട് പഠിക്കുക. ഒന്ന് അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്, രണ്ടാമത്തേത് അസർടൈൻമെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ അസർടൈൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഫിനാൻഷ്യൽ പൊസിഷൻ അസർടൈൻ ചെയ്യാൻ നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ബാലൻസ് ഷീറ്റ് ആണ്. പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കാൻ ഉണ്ടാക്കുന്ന അക്കൗണ്ട് ഏതാണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പൊ ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്, ആ ഒരു ടേമിന്റെ മീനിങ് എന്താണ്? രണ്ട് റിസൾട്ട് നമുക്ക് ബിസിനസ്സിലുണ്ട്. ഒന്ന് ഇയർലി പെർഫോമൻസ് വാല്യൂ ചെയ്യാനുള്ളത്, രണ്ടാമത് ബിസിനസ് എത്രത്തോളം സൗണ്ട് ആണ്, ഫിനാൻഷ്യൽ സൗണ്ട് ആണ്. അതിൽ നമുക്കറിയാം അസറ്റ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും അല്ലെ. ബിസിനസിന്റെ ലാൻഡ്, ബിൽഡിംഗ്, മറ്റു അസറ്റ്സ് ഒക്കെ നമ്മൾ കാണിക്കൽ എവിടെയാണ്? ബാലൻസ് ഷീറ്റിലാണ്. അത് നമ്മൾ ഫിനാൻഷ്യലി സൗണ്ട് ആണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടേം ദെയർ ഓഫ് അല്ലെ. ദെയർ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആര് യൂസ് ചെയ്യും? ഇന്റേണൽ യൂസേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്. രണ്ട് യൂസേഴ്സ് ഉണ്ട് അല്ലെ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ മാത്രം പ്രത്യേകത ആണ് അത് ഇന്റേണൽ യൂസിനും എടുക്കും, എക്സ്റ്റേണൽ യൂസേഴ്സും എടുക്കും എന്നുള്ളത് അല്ലെ. ഇപ്പൊ ഇന്റേണൽ യൂസേഴ്സ് ആരാ? നമ്മുടെ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ടാക്കുന്നത് ആരാ? ബിസിനസിന്റെ അക്കൗണ്ടന്റ് ആണ്, ഓണേഴ്സ് അല്ല. നമുക്കറിയാം അല്ലെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ടാക്കുന്നത് ആരാണ്? ബിസിനസ്സിൽ ഒരു സ്റ്റാഫായ അക്കൗണ്ടന്റ് ആണ്. ഇയാൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ബിസിനസിന്റെ ഓണറിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അറിയണ്ടേ? അതിനു വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആര് ചെക്ക് ചെയ്യും എന്നുള്ളതാണ്? ഓണർ ചെക്ക് ചെയ്യും അല്ലെ. ഇപ്പൊ ഓണറാണ് ഇന്റേണൽ യൂസേഴ്സിൽ ഫസ്റ്റ് പറയാം. രണ്ടാമത്തെ ആരാ? മാനേജ്മെന്റ്. അവർക്ക് ഡിസിഷൻസ് എടുക്കണം. ക്ലിയർ? ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടും അവരെന്ത് ചെയ്യും? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ത് ചെയ്യും? യൂസ് ചെയ്യും. അപ്പൊ മാനേജ്മെന്റ് ആണ് രണ്ടാമത്തെ ഇന്റേണൽ യൂസ് അല്ലെ. മൂന്നാമത്തേത് ആരാണ്? മൂന്നാമത്തേത് എംപ്ലോയീസ് ആണ് അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അവർക്ക് അറിയണം അവരുടെ ബിസിനസ് എത്രത്തോളം പ്രോഫിറ്റബിൾ ആണെന്ന്. അപ്പൊ മൂന്നാമത്തെ യൂസർ ആരാണ്? എംപ്ലോയി ആണ് അല്ലെ. ഇനി ഇതേപോലെ എക്സ്റ്റേണൽ യൂസറും, ഇന്റേണൽ യൂസർ യൂസ് ചെയ്ത പോലെ എക്സ്റ്റേണൽ യൂസറും യൂസ് ചെയ്യുന്ന ഒരേ ഒരു അക്കൗണ്ട് ആണ് ഇത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് അല്ലെ, നമ്മൾ ടാക്സ് അടിക്കണമെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ അക്കൗണ്ട്സ് സബ്മിറ്റ് ചെയ്യണം. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് പേ ചെയ്യുന്നത് അല്ലെ. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? നമുക്ക് പുതിയ ഇൻവെസ്റ്ററിന് വേണം അല്ലെ. അവർക്ക് എന്ത് ചെയ്യണം? നമ്മൾ എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ്, നമ്മുടെ എഫിഷ്യൻസി എന്താണ്, നമ്മുടെ പെർഫോമൻസ് എന്താണെന്നൊക്കെ ചെക്ക് ചെയ്തിട്ടേ നമുക്കൊരു പുതിയ ഇൻവെസ്റ്ററിനെ കിട്ടുള്ളൂ. അപ്പോൾ എക്സ്റ്റേണൽ യൂസർ രണ്ടാമത്തെ പാർട്ടി ആരാണ്? ഇൻവെസ്റ്റേഴ്സ്. മൂന്നാമത് ലെൻഡേഴ്സ് അല്ലെങ്കിൽ ബോറോവേഴ്സ് അല്ലെ. നമുക്ക് കടം തരുന്ന ആൾക്കാർ, അവർ നമുക്ക് കടം തരണമെങ്കിൽ അവർക്ക് അറിയണം നമ്മൾ പ്രോഫിറ്റബിൾ ആണെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളെ സോൾവൻസി അവർക്ക് അറിയണം. അത് ചെക്ക് ചെയ്യണമെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അവർക്ക് നോക്കണം. അപ്പോ മൂന്നാമത്തെ ലെൻഡേഴ്സ് ആണ് അല്ലെ, ക്രെഡിറ്റേഴ്സ്. പിന്നെ ബാങ്ക് യൂസ് ചെയ്യും. കാരണം എന്താ? ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ലോൺ പാസ്സാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അവർക്ക് കാണിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ ഒരുപാട് ആൾക്കാർ അല്ലെ, സപ്ലയേഴ്സ്, മീഡിയ എക്സെട്ര. ഓക്കെ, അപ്പോ ദെയർ ഓഫ് എന്നുള്ള അർത്ഥം വളരെ സിമ്പിൾ ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആ ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ബെനിഫിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസിഷൻസിന് വേണ്ടിയ അല്ലെങ്കിൽ അതിന്റെ ആവശ്യക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യുക? എത്തിച്ചു കൊടുക്കുക. അതിന്റെ യൂസേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുക? ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. എന്ന് പറഞ്ഞാൽ അതിന്റെ യൂസേഴ്സിന് നമ്മളുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് യൂസേഴ്സ് എന്ന് പറഞ്ഞു, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഇന്റേണലിൽ മൂന്നെണ്ണാണ്, ഓണേഴ്സ്, മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്. എക്സ്റ്റേണലിൽ കുറെ ആൾക്കാരുണ്ട്, ബാങ്ക് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, റിസർച്ചേഴ്സ് ഉണ്ട്, മീഡിയാസ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് എക്സെട്ര. ഓക്കെ എന്ന് വിചാരിക്കുന്നു അല്ലെ. ഇപ്പൊ പറഞ്ഞ ടോപ്പിക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ ആണ്. അതിൽ നമ്മൾ ഓരോന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റിന്റെ ഡെഫിനിഷൻ ആണ്. ജസ്റ്റ് ഒന്ന് റീഡ് ഓൺ ചെയ്യാം. ഓക്കെ, ബുക്ക് കീപ്പിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ബുക്ക് കീപ്പിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും എന്താണ്? കണക്റ്റഡ് ആണ് അല്ലെ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പ്രൈമറി സ്റ്റേജ് എന്ന് പറഞ്ഞു. എന്നാലും ഡിഫറൻസ് എന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബുക്ക് കീപ്പിംഗ് അറിയപ്പെടുന്നത്, ബുക്ക് കീപ്പിംഗ് എൻഡ് ആണെന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ? ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എൻഡ് എന്നുള്ളതും അക്കൗണ്ടിങ് ബിഗിനിങ് എന്നുള്ളതുമാണ് അറിയപ്പെടുന്നത്. കാരണം എന്താ വെച്ചാൽ ബുക്ക് കീപ്പിംഗ് എവിടാണോ എൻഡ് ചെയ്യുന്നത് അവിടുന്നാണ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഡിഫറൻസ് ആദ്യം കൊടുത്തത്. എന്താണ്? ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എൻഡ് ആണ്, അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഗിനിങ് ആണ്. റീസൺ എന്താണ്? ബുക്ക് കീപ്പിംഗ് എവിടെ എൻഡ് ചെയ്യുന്നത് അവിടെയാണ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ബുക്ക് കീപ്പിംഗ് ഈസ് എ പ്രൈമറി സ്റ്റേജ് ഓഫ് അക്കൗണ്ടിങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പ്രൈമറി സ്റ്റേജ് ആണ് അല്ലേ. എന്നാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവറോൾ അക്കൗണ്ടിംഗ് ആണ്. അതിൽ ബുക്ക് കീപ്പിംഗും ഉണ്ട്,
റിസൾട്ട് കണ്ടുപിടിക്കാനുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, റിപ്പോർട്ടിംഗ് ഉണ്ട് അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഓവറോൾ അക്കൗണ്ടിംഗ് ആണ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പ്രൈമറി സ്റ്റേജ് മാത്രമാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഡിഫറൻസ് പറഞ്ഞാൽ ക്ലറിക്കൽ സ്റ്റാഫ് അല്ലെങ്കിൽ ക്ലറിക്കൽ ജോബാണ്, ക്ലറിക്കൽ വർക്കാണ് എന്ത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലറിക്കൽ വർക്കാണ്, അത് ആർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആർക്കേ ചെയ്യാൻ പറ്റുള്ളൂ? ഒരു അക്കൗണ്ടന്റിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നിൽ ക്ലറിക്കൽ ജോബാണ്, രണ്ടാമത്തെ അക്കൗണ്ടന്റിന് മാത്രമേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ. നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിന് സ്പെഷ്യലൈസ്ഡ് നോളജോ സ്കില്ലോ ആവശ്യമില്ല എന്നുള്ളതാണ്. ബുക്ക് കീപ്പിംഗ് ചെയ്യാൻ നമുക്ക് എന്ത് വേണ്ട? സ്പെഷ്യലൈസ്ഡ് നോളജ് ഓർ സ്കിൽ എന്തില്ല, ആവശ്യമില്ല. എന്നാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഒരു സ്പെഷ്യലൈസ്ഡ് നോളജും സ്കില്ലും വേണം അല്ലേ. സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറയാൻ കാരണം എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് നമുക്ക് അറിയണം അല്ലേ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയണം, റിപ്പോർട്ടിംഗ് എങ്ങനെയാണെന്ന് അറിയണം. അത് അറിയുന്ന ഒരാൾക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഇവിടെ ജസ്റ്റ് റെക്കോർഡിംഗ് മാത്രമേ വരുന്നതുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തിന്റെ ആവശ്യം വരുന്നില്ല? സ്പെഷ്യലൈസ്ഡ് നോളജ് അല്ലെങ്കിൽ സ്കില്ല് നമുക്ക് എന്തിന്റെ ആവശ്യം വരുന്നില്ല? ബുക്ക് കീപ്പിംഗിന് ആവശ്യം വരുന്നില്ല. ക്ലിയർ? അഞ്ചാമത്തെ വേണമെങ്കിൽ നമുക്ക് പറയാം ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അപ് ടു ട്രയൽ ബാലൻസ് വരെയുള്ള പ്രോസസ്സാണ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. ഈ 3 സ്റ്റേജാണ് ഇവിടെ വരാം, ബുക്ക് കീപ്പിംഗിൽ വരാം മാക്സിമം. എന്നാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, റിപ്പോർട്ടിംഗ് ഉണ്ട് അല്ലേ, കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉള്ളത്. ഇതാണ് 5 ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ബുക്ക് കീപ്പിംഗ് എൻഡ് എന്നാണ് അറിയപ്പെടുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബിഗിനിങ് ആണ്. കാരണം ഞാൻ പറഞ്ഞു ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുന്നതോടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈമറി സ്റ്റേജ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. എന്നാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങോ ഓവറോൾ അക്കൗണ്ടിങ് ആണ്, അതിൽ ബുക്ക് കീപ്പിംഗ് ഇൻക്ലൂഡഡ് ആണ് അല്ലേ. പിന്നെ എന്താ പറഞ്ഞത്? നമ്മൾ ക്ലറിക്കൽ വർക്കാണ്, മറ്റവിടെ ആരാണ്? അക്കൗണ്ടന്റ് ചെയ്യാന്നുള്ളതാണ് അല്ലേ. പിന്നെ പറഞ്ഞു സ്പെഷ്യലൈസ്ഡ് നോളജോ സ്കില്ലോ ഇവിടെ ആവശ്യമില്ല. എന്നാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്ത് വേണം? സ്പെഷ്യലൈസ്ഡ് സ്കില്ലും നോളജും നമുക്ക് എന്ത് ചെയ്യണം? ആവശ്യമുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഇവിടെ അപ് ടു ട്രയൽ ബാലൻസ് വരാണ് നമ്മൾ ചെയ്യുമെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റിപ്പോർട്ടിങ്ങിലേക്ക് നമ്മൾ പോകും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇനി നമുക്ക് അക്കൗണ്ടിങ് സൈക്കിൾ നോക്കാം അല്ലേ. നമ്മൾ ഡെഫിനിഷനിൽ ഞാൻ പറഞ്ഞു നമുക്ക് എന്തൊക്കെ ചെയ്യാനുള്ളതെന്നുള്ളത്. ജസ്റ്റ് ഒന്നും കൂടി നമുക്കൊരു അക്കൗണ്ടിങ് സൈക്കിൾ അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് അക്കൗണ്ടിങ് സൈക്കിൾ എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ? റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഓരോ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴും അത് നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു 10,000 റുപ്പീസിന്റെ സെയിൽസ് നടന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ക്യാഷ് സെയിൽസ് റുപ്പീസ് 10,000 എന്ന് പറഞ്ഞിട്ട് ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ്. ക്ലിയർ? അപ്പോൾ ബിസിനസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സൈക്കിളിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ആ ട്രാൻസാക്ഷൻ തന്നെ നമ്മൾ എങ്ങോട്ട് എഴുതണം? ജേർണലിലേക്ക് എഴുതുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ രണ്ടാമത്തെ എന്താണ്? ജേർണലൈസ് ചെയ്യാം. ഓരോ ട്രാൻസാക്ഷനും ക്രൊണോളജിക്കൽ ഓർഡറിൽ നമ്മൾ ജേർണൽ എൻട്രി എന്ത് ചെയ്യുക? ജേർണൽ ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പാസ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് പറയുന്നത് അങ്ങനെ ജേർണൽ എഴുതി ക്രൊണോളജിക്കൽ ഓർഡറിൽ നമ്മൾ എഴുതി കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പറയാം, മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ക്ലാസിഫൈങ് എന്നുള്ളതാണ് നമ്മൾ ലെഡ്ജർ പറഞ്ഞത്. പോസ്റ്റിംഗ് എന്നുള്ള അർത്ഥത്തിലും വരാറുണ്ട്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഐറ്റത്തിനും ഓരോ ഡിഫറെന്റ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. ഓരോ ഐറ്റത്തിനും ഓരോ അക്കൗണ്ടുകളായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഫോം ചെയ്യുന്നതിനാണ് ലെഡ്ജർ എന്ന് പറയാം. അത് ജേർണലിന് നമ്മൾ എന്ത് ചെയ്യും? ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. ജേർണലിനും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. അങ്ങനെ ലെഡ്ജർ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യേണ്ട ട്രയൽ ബാലൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലേ ഓരോ ലെഡ്ജറിന്റെയും സമ്മറിയാണ് അല്ലെ. ഓരോ ലെഡ്ജറിന്റെയും സമ്മറി നമ്മൾ ട്രയൽ ബാലൻസിൽ എഴുതാന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ സമ്മറി നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിന് കിട്ടും. ട്രയൽ ബാലൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കുറെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട് അല്ലെ, ഡിപ്രീസിയേഷൻ ഉണ്ട്, ബാഡ് ഡെപ്റ്റ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള അഡ്ജസ്റ്റിംഗ് ട്രയൽ ബാലൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ ട്രയൽ ബാലൻസ് ഉണ്ടാക്കി പിന്നെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ചെയ്തി എന്നിട്ടോ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഈ അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് ഉണ്ടാക്കിയതിന്റെ ശേഷം നമ്മൾ ഉണ്ടാക്കുന്നതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാകണം. അത് കഴിഞ്ഞാൽ എന്തിനാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്? ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കണ്ടുപിടിക്കാനുള്ള അക്കൗണ്ടിനെയാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയാം. അത് കഴിഞ്ഞാൽ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കുന്ന ബിസിനസിന്റെ അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആയ ബാലൻസ് ഷീറ്റ് ആണ് ഉണ്ടാക്കാനുള്ളത്. ഓക്കെ, ഇതാണ് അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞുതരാം. അക്കൗണ്ടിങ് സൈക്കിളിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഓരോ ട്രാൻസാക്ഷൻസും
റെന്റ് കൊടുത്തത്, സാലറി കൊടുത്തത്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, 1 by 1 ആയിട്ട് റെക്കോർഡ് ചെയ്യാം. എന്നിട്ടോ അത് അതേ സമയത്ത് തന്നെ ജേർണലിൽ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ജേർണൽ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ, ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. ഓരോ ട്രാൻസാക്ഷനും ഏത് സമയത്താണോ ഏത് ദിവസമാണോ ആ ട്രാൻസാക്ഷൻ നടന്നത് ആ ഡേയിൽ തന്നെ നമ്മൾ എഴുതേണ്ടതാണ് ജേർണൽ എന്ന് പറയുന്നത്. എന്നിട്ടോ അത് അതാത് അക്കൗണ്ടിലേക്ക്, എന്ന് പറഞ്ഞാൽ ഓരോ അക്കൗണ്ടും ഓരോ ഐറ്റത്തിനും ഓരോ സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതാത് അക്കൗണ്ടുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും. അതിനാണ് ലെഡ്ജർ എന്ന് പറയാം. അങ്ങനെ എല്ലാ ലെഡ്ജറും ഫോം ചെയ്ത് അതിന്റെ ബാലൻസ് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ട്രയൽ ബാലൻസ് എന്ന് പറയാം. അപ്പോൾ ജേർണലിലേക്ക് എഴുതി, ജേർണലിലും ഓരോ ട്രാൻസാക്ഷൻസും അതാത് പ്രോപ്പർ അക്കൗണ്ട്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, പോസ്റ്റ് ചെയ്തു, ലെഡ്ജർ ഉണ്ടാക്കി. ആ ലെഡ്ജർ ബാലൻസ് സ്റ്റേറ്റ്മെന്റ് ആയ ട്രയൽ ബാലൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, എഴുതി. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഉണ്ടാവും അല്ലെ. ഇയർ എൻട്രിയിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുക, ഗോഡൌണിൽ പോയിട്ട് വെയർ ഹൗസിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അൺസോൾഡ് ഗുഡ്സ് വാല്യൂ ചെയ്യും. ആ വാല്യൂ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, അത് നമ്മൾ എന്ത് ചെയ്യണം, ട്രയൽ ബാലൻസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ, അസറ്റിന്റെ വാല്യൂവിൽ വരുന്ന റിഡക്ഷൻ ആണ് അല്ലെ. നമ്മൾ ഫിക്സഡ് അസറ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ അസറ്റിന്റെ വാല്യൂ എന്താവും, റിഡ്യൂസ് ആവും. ആ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ് ആണ്, അത് നമ്മൾ എന്ത് ചെയ്യണം, ട്രയൽ ബാലൻസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലിയർ. പിന്നെ അതേപോലെ ബാഡ് ഡെപ്റ്റ് വരും അല്ലെ. നമുക്ക് കിട്ടാനുള്ളതിനാണ് ഡെപ്റ്റേഴ്സ് പറയാം. 100% കിട്ടാത്ത ഡെപ്റ്റേഴ്സിനാണ് നമ്മൾ എന്തെന്ന് പറയാം, ബാഡ് ഡെപ്റ്റ് എന്ന് പറയാം. അതും നമ്മൾ ഇയർ എൻഡിലാണ് കാണാം. ആ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി കഴിഞ്ഞാൽ അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് നമുക്ക് കിട്ടും. ഈ ട്രയൽ ബാലൻസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ റിസൾട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത്. 2 റിസൾട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാൻ ട്രേഡിങ്ങിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ ബാലൻസ് ഷീറ്റുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നതുള്ളതാണ്. അപ്പൊ ഇതാണ് അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞത് തന്നെ ഒരു സ്റ്റേജസ് ആയിട്ട് നമ്മൾ കൊടുത്തെന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്ങിലേക്ക് പോവാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ എന്തിനാ അക്കൗണ്ട്സ് ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത്. അതിന് 5 ഒബ്ജക്റ്റീവാണ് നമുക്ക് പഠിക്കാനുള്ളത്. എത്രയാണ്? 5 ഒബ്ജക്റ്റീവ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ പഠിച്ചത് തന്നെയാണ്, ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രം. ഫസ്റ്റ് വൺ, ടു അസർടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അക്കൗണ്ട്സ് ആവശ്യമാണ് അല്ലെ. അപ്പൊ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്താ, ടു അസർടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താ, ടു അസർടൈൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ഫിനാൻഷ്യലി സൗണ്ട് ആണോ, ഫിനാൻഷ്യലി സ്ട്രെങ്ത് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും അല്ലെ. പറയുന്നത് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, ടു അസർടൈൻ ഫിനാൻഷ്യൽ പൊസിഷൻ. മൂന്നാമത്തെ എന്താ, ടു പ്രൊവൈഡ് റെക്കോർഡ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് റെക്കോർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഫോർ കംപ്ലൈൻസ് വിത്ത് സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് ലോസ് അല്ലെ. നമ്മുടെ നിയമം എന്ത് പറയുന്നുണ്ട്, എല്ലാ ഓർഗനൈസേഷനും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നിയമത്തിന് വേണ്ടിയിട്ട് അല്ലെ, ആ ലോ പറയുന്നതിനനുസരിച്ച് നമ്മൾ റെക്കോർഡ്സ് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്. നമ്മൾ ഈ റെക്കോർഡ്സ് ഒക്കെ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് മൂന്നാമത്തേത്. നാലാമത് എന്താ, പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദ യൂസേഴ്സ്. നമ്മൾ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ പറഞ്ഞ 2 രീതിയിലുള്ള യൂസേഴ്സ് ഉണ്ട് അല്ലെ. ഇന്റേണൽ യൂസേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്. അവർക്ക് ഈ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാം. അതാണ് നാലാമത്തെ ഒബ്ജക്റ്റീവ്. ഫസ്റ്റ് വൺ, ടു അസർടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. രണ്ടാമത്തെ എന്ത് പറഞ്ഞു, ടു അസർടൈൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. നാലാമത്തെ ഞാൻ എന്താ പറഞ്ഞത്, ടു പ്രൊവൈഡ് റെക്കോർഡ്സ് ഫോർ കംപ്ലൈൻസ് വിത്ത് സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് ലോസ് അല്ലെ. നമ്മളെ നിലവിലുള്ള ലോസിന്റെയും നമ്മുടെ നിയമത്തിന്റെയും എന്ത് ചെയ്യാം, അവർക്ക് വേണ്ട റെക്കോർഡ്സ് പ്രൊവൈഡ് ചെയ്യാം. നാലാമത് ഞാൻ എന്ത് പറഞ്ഞു, പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദ യൂസേഴ്സ്. യൂസേഴ്സിന് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് അഞ്ചാമത് എന്ത് പറയാം, നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഒരുപാട് വർഷത്തെ നമ്മുടെ റിസൾട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അക്കൗണ്ട്സ് എന്ത് ചെയ്യാം, കീപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലും അഞ്ചാമത്തെ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും അല്ലെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും, നമ്മുടെ റിസൾട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. എന്ത് റിസൾട്ട്, ഡ്യൂറിങ് ദ ഓവർ ഓഫ് ടൈം അല്ലെ, ഒരുപാട് വർഷത്തെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് 5 ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു. പ്രോഫിറ്റ് ഓർ ലോസോ അസർടൈൻ ചെയ്യാം, ഫിനാൻഷ്യൽ പൊസിഷൻ അസർടൈൻ ചെയ്യാം, റെക്കോർഡ്സ് പ്രൊവൈഡ് ചെയ്യാം, നിയമത്തിൽ എന്താണോ പറഞ്ഞത് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, റെക്കോർഡ്സ് പ്രൊവൈഡ് ചെയ്യാം, ഇൻഫർമേഷൻ ആർക്ക് പ്രൊവൈഡ് ചെയ്യുക, യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ ഒരുപാട് വർഷത്തെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാനും കമ്പയർ ചെയ്യാനും പറ്റും അല്ലെ. അപ്പൊ ഇത്രയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. എന്താ അത് പഠിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫോർമേഷൻ ക്വാളിറ്റേറ്റീവ് ആവണമെങ്കിൽ ഈ പറയാൻ പോകുന്ന 5 പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റിലയബിൾ ആയിരിക്കണം. റിലയബിലിറ്റിയാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് റെലവൻസ് ആണ്. മൂന്നാമത്തത് മെറ്റീരിയാലിറ്റി. നാലാമത്തെ അണ്ടർസ്റ്റാൻഡബിലിറ്റി. ആൻഡ് ഫിഫ്ത്ത് വൺ കമ്പാരബിലിറ്റി. ഈ 5 പോയിന്റാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിലെ ഓരോന്നും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് വൺ, റിലയബിൾ ആയിരിക്കണം. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എപ്പോഴും റിലയബിൾ ആയിരിക്കണം. റിലയബിൾ ആവാന്ന് പറഞ്ഞാൽ ഒരു ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ അതിൽ വരണം എന്ന് പറഞ്ഞാൽ അതിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ അക്കൗണ്ടൻ്റ് എന്ത് ചെയ്യരുത്, പേഴ്സണൽ ബയാസോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട രീതിയിലോ എന്ത് ചെയ്യരുത്, ആ ഡാറ്റനെ മാനിപ്പുലേറ്റ് ചെയ്യരുത്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഡാറ്റ റിലയബിൾ ആയിരിക്കണം. അതിൽ ആദ്യം വേണ്ടത് എന്താണ്, ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ആണ്. രണ്ടാമത്തേത് ന്യൂട്രാലിറ്റി വേണം. എന്താ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ടാക്സ് വെട്ടിക്കണം എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ട്സ് ഉണ്ടാക്കാം. അത് ന്യൂട്രാലിറ്റി അല്ല. കാരണം അയാൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ടാക്സ് ഇവേഷൻ ആണ്, അല്ലെങ്കിൽ ടാക്സ് എന്ത് ചെയ്യാനാണ്, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഓണറിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ? ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവും. ന്യൂട്രാലിറ്റി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കണം അയാൾ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത്. എന്താണോ ട്രാൻസാക്ഷൻസ് ആ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം. രണ്ടാമത് ന്യൂട്രാലിറ്റി വേണം. മൂന്നാമത്തത് സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം. നമ്മൾ ലീഗാലിറ്റി എല്ലാ അക്കൗണ്ട്സിൽ ചെക്ക് ചെയ്യുക, സബ്സ്റ്റൻസിനാണ് ഇമ്പോർട്ടൻസ്. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു വണ്ടി ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ബിസിനസ്സിലേക്ക് പർച്ചേസ് ചെയ്തു. നിങ്ങൾ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ആ വണ്ടിയുടെ പൊസിഷൻ നിങ്ങൾക്ക് കിട്ടും, ആ വെഹിക്കിൾ അല്ലെങ്കിൽ ആ കാറ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഓണർഷിപ്പ് ഒരിക്കലും ആർക്ക് കിട്ടൂല, നിങ്ങൾക്ക് കിട്ടൂല എന്നുള്ളതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, അക്കൗണ്ട്സിൽ ഓണർഷിപ്പ് കിട്ടാത്തത് കൊണ്ട് അസറ്റ് റെക്കോർഡ് ചെയ്യാതെ നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്റ്റൻസ് നമ്മളെ ബിസിനസ്സിൽ എത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാർ അല്ലെങ്കിൽ ആ വെഹിക്കിൾ എന്നുള്ള അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അസറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യണം. ഈവൻ ദോ അത് ആരുതല്ല, നമ്മൾ അസറ്റ് ആവുന്നില്ല, ആ കാറ് നമ്മൾ ഓണർഷിപ്പ് ആവുന്നില്ല, എന്നാൽ പോലും അക്കൗണ്ട്സിന്റെ ഇമ്പോർട്ടൻസ് സബ്സ്റ്റൻസിനാണ്, ലീഗാലിറ്റിക്കല്ല. ക്ലിയർ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ആ അക്കൗണ്ട്സ് എന്താണ്, റിലയബിൾ ആണെന്ന് പറയും, ആക്യുറേറ്റ് ആണെന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് വൺ ഏതാണ്, റിലയബിലിറ്റി ആണ്. രണ്ടാമത്തത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, റെലവെന്റ് ആയിരിക്കണം. റെലവൻസ് വേണം അല്ലെ. എന്താ റെലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം അല്ലെ. നമ്മളെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലേക്ക് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സ് എന്തായിരിക്കണം, റെലവൻസ് ആയിരിക്കണം അല്ലെ. ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കണം അതിന്റെ പ്രസന്റേഷനും റെക്കോർഡിങ്ങും അല്ലെ. മൂന്നാമത്തെ പറയുന്നത് എന്താ, മെറ്റീരിയാലിറ്റി. മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി, വളരെ മെറ്റീരിയൽ ഫാക്റ്റിന് നമ്മൾ എന്ത് കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ എന്ത് ചെയ്യാം, മെറ്റീരിയൽ ഫാക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, ഇഗ്നോർ ചെയ്യാം. ചില സ്റ്റേഷനറി പർച്ചേസ് ചെയ്താലൊക്കെ കുറേ ഉണ്ടാവും, പെന്ന്, പെൻസിൽ, കട്ടർ, ഷാർപ്നറൊക്കെ പറഞ്ഞാൽ കുറേ സാധനങ്ങൾ ഉണ്ടാവും അല്ലേ. ആ ഡീറ്റെയിൽസ് ഒക്കെ ഇഗ്നോർ ചെയ്തിട്ട് സ്റ്റേഷനറി എന്ന് പറയുന്നത് മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്യാം. കാരണം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്തല്ല, ഒരു മെറ്റീരിയൽ ഫാക്റ്റ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ മെറ്റീരിയാലിറ്റി എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾക്ക് ഡിസിഷന് വേണ്ട, നമ്മളെ അക്കൗണ്ടിങ്ങിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ട ഐറ്റംസ് ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാം. എല്ലാത്ത ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യണ്ട, മെറ്റീരിയൽ ഫാക്റ്റ് ആയിട്ട് കണക്കാക്കണ്ട. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മൾ പെന്ന്, പെൻസിലൊക്കെ പർച്ചേസ് ചെയ്തു, അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഈ വർഷം യൂസ് ചെയ്തു, അതിൽ കുറച്ച് ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിലേക്ക് എടുക്കണ്ട, കാരണം അതൊരു മെറ്റീരിയൽ ഫാക്റ്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ്. ക്ലിയർ? എക്സാമ്പിൾ എന്താണ്, ഈ പറഞ്ഞ പോലെ പെന്ന്, പെൻസിൽ, സ്റ്റേഷനറി ഐറ്റം ഒരു വർഷം യൂസ് ചെയ്തിട്ടും ബാലൻസ് വന്നാൽ ആ ബാലൻസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം അത് മെറ്റീരിയൽ ഫാക്റ്റ് അല്ല എന്നാണ് പറയാം. ക്ലിയർ? അപ്പോൾ മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ഡിസിഷൻസിന്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ എന്ത് കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനാണ് മെറ്റീരിയാലിറ്റി എന്ന് പറയാം. ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക. നാലാമത്തെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡബിലിറ്റി ആണ്. എന്താ അണ്ടർസ്റ്റാൻഡബിലിറ്റി? നമുക്കറിയാലേ, പ്രസന്റേഷൻ ഈസി ആയിരിക്കണം, എന്നാലേ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഫർദർ എക്സ്പ്ലനേഷൻ കൊടുക്കണം, എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അല്ലേ. അതിനേക്കാൾ നല്ലത് എന്താണ്,
വേൾഡ് വൈഡ് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതേ സ്റ്റാൻഡേർഡ് ബേസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ അത് അറിയാമെന്നുള്ളതാണ് അല്ലേ. ആൾക്കാർക്ക് അത് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതിന്റെ പ്രസന്റേഷൻ വളരെ ഈസിയാണ്, അതെല്ലാവർക്കും അറിയുന്നതായതുകൊണ്ട് തന്നെ ഒരു ഫർദർ എക്സ്പ്ലനേഷൻ അതിന് ആവശ്യമില്ല എന്നുള്ളതാണ്. എല്ലാ യൂസേഴ്സിനും വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നാലാമത്തെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തത് നമുക്കറിയാം, ഈ പറഞ്ഞതൊക്കെ നോക്കുകയാണെങ്കിൽ അഞ്ചാമത് എന്താ, കമ്പാരബിലിറ്റി ആണ്. കമ്പാരബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഫേമിന്റെ പെർഫോമൻസ് വേറൊരു ഫേമിന്റെ പെർഫോമൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാന്നുള്ളതാണ്. ക്ലിയർ? ആരാണ് നന്നായി പെർഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫേമിന്റെയും മറ്റൊരു ഫേമിന്റെയും റിസൾട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്യുന്നതിന് നമ്മൾ പറയാ ഇന്റർ ഫേം കമ്പാരിസൺ എന്നാണ്. അപ്പൊ കമ്പാരബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇൻഫോർമേഷൻ മറ്റു ഫേമുകളുമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് യൂസ്ഫുൾ ആവും. അതിന് ഇന്റർ ഫേം കമ്പാരിസൺ എന്നും നമ്മളുടെ ഫേമിലെ റിസൾട്ട് തന്നെ മറ്റു ഇയറിലെ റിസൾട്ടുമായി കമ്പയർ ചെയ്യുന്നതിന് ഇൻട്രാ ഫേം കമ്പാരിസൺ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ കമ്പാരബിലിറ്റിക്ക് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ യൂസ് ചെയ്യാന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇന്റർ ഫേം കമ്പാരിസണും അവിടെ അവൈലബിൾ ആണ്, ഇൻട്രാ ഫേം കമ്പാരിസണും ഉണ്ട്. ഇന്റർ ഫേം എന്ന് പറഞ്ഞാൽ ഒരു ഫേമും മറ്റൊരു ഫേമുമായിട്ടുള്ള കമ്പാരിസൺ, അവരുടെ റിസൾട്ട് കമ്പയർ ചെയ്യാം. രണ്ടാമത്തെ എന്താണ്, ഇൻട്രാ ഫേം, നമ്മൾ ഈ വർഷത്തെ റിസൾട്ട് മറ്റു വർഷത്തെ റിസൾട്ടുമായിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് കമ്പാരബിലിറ്റിയിൽ പറയുന്നത്. ഈ 5 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അക്കൗണ്ടിങ്ങിനുള്ളത്. ഫസ്റ്റ് വൺ റിലയബിലിറ്റി, റെലവൻസ്, മെറ്റീരിയാലിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് കമ്പാരബിലിറ്റി. ഈ 5 എണ്ണമാണ് നമുക്ക് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ബേസിക് അക്കൗണ്ടിങ് ടേംസ് നോക്കാം. ഓക്കെ, നമ്മൾ ഡെഫിനിഷൻ പഠിച്ചു, അതേപോലെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, ഒബ്ജക്റ്റീവ്സ് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഓരോ ടേംസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം ഞാൻ പറഞ്ഞു അക്കൗണ്ടിങ് സൈക്കിളിൽ നമ്മൾ ആദ്യം കണ്ട എന്താണ്, റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്നാണ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് നോക്കാം, ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, എന്താ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് മീൻസ് ആൻ ഇവന്റ് ഓർ എ ബിസിനസ് ആക്ടിവിറ്റി വിച്ച് ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ മണി വർത്ത് ബിറ്റ്വീൻ പാർട്ടീസ്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ എനി ഇവന്റ്, ക്ലിയർ, ആ ഇവന്റിലോ അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റിയിലോ മണി ഓ മണി വർത്ത് ഉണ്ടെങ്കിൽ നമുക്കതിനെ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഇവന്റ്, ആ ഇവന്റിൽ എന്തുണ്ടാവുക, മണി ഓ മണി വർത്ത് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയും. അപ്പോൾ എന്താ ബിസിനസ് ട്രാൻസാക്ഷൻ എന്നുള്ളത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റിയോ അതിൽ മണി കണ്ടന്റ് അല്ലെങ്കിൽ മണി വർത്ത് ആയിട്ട് എന്തുണ്ടെങ്കിലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസാക്ഷൻ എന്നുള്ളതിൽ റെക്കോർഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, റെന്റ് പെയ്ഡ് എന്നുള്ളതിൽ എന്തുണ്ട്, ഒരു മണി വാല്യൂ ഉണ്ട് അല്ലേ. അതേപോലെ സാലറി പെയ്ഡ്, അതേപോലെ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഈ എക്സാമ്പിൾ ഒക്കെ ബിസിനസ് ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് ഗുഡ്സ് ഓർ സർവീസ് എന്നുള്ളതാണ്. നമ്മൾ ബിസിനസ്സിന് എന്തിനാ റൺ ചെയ്യുന്നത്, ഒരു മെർക്കൻറ്റൈൽ ബിസിനസ് അവരെന്ത് ചെയ്യാനാണ്, പ്രോഫിറ്റ് ഏൺ ചെയ്യാനാണ്. എങ്ങനെ അവർ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്, അവർ ട്രേഡ് നടത്തിയിട്ടാണ് അല്ലേ. അപ്പൊ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പോൾ ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബൈ ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ്സ് ഉണ്ട് അവിടെ. അപ്പോൾ ആ ഗുഡ്സിന്റെ പർപ്പസ് എന്താ അവർ ഉദ്ദേശിക്കുന്നത്, അതിലൂടെയാണ് അവർ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് എന്താണ്, ദീസ് ആർ ടാഞ്ചിബിൾ ആർട്ടിക്കിൾ ഓർ കമ്മോഡിറ്റി ഇൻ വിച്ച് എ ബിസിനസ് ഡീൽസ്. ബിസിനസ് ഡീൽ ചെയ്യുന്ന ഒരു കമ്മോഡിറ്റിക്കാണ്, ഒരു ടാഞ്ചിബിൾ കമ്മോഡിറ്റിക്കാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയാം അല്ലെ. ഇൻടാഞ്ചിബിൾ ആണെങ്കിലോ അതിനെ നമ്മൾ സർവീസ് എന്ന് പറയും അല്ലെ. ഇപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ഗുഡ്സ് അല്ല, അതിന് പകരം നമ്മൾ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, സർവീസ് ആണ് അല്ലെ. അപ്പൊ ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റിയാണ്. കമ്മോഡിറ്റി ആണെങ്കിൽ ഗുഡ്സ് എന്ന് പറയും, ഇൻടാഞ്ചിബിൾ ആണെങ്കിൽ സർവീസ് എന്ന് പറയും. അതാണ് ഗുഡ്സ് ഓർ സർവീസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫർണിച്ചർ ഡീലറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ഫർണിച്ചേഴ്സ് ആണ് അല്ലെ. അയാൾ ഫർണിച്ചർ വാങ്ങി സെയിൽ ചെയ്യുക, അപ്പൊ അയാൾ ഗുഡ്സ് എന്താണ്, ഫർണിച്ചറാണ്. ഇനി ഒരു സ്റ്റേഷനറി ഷോപ്പ് ആണെങ്കിലോ അയാളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഷനറി ഐറ്റംസ് ആണ് അയാൾക്ക് എന്ത് എന്ന് പറയുന്നത്, ഗുഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ, അയാൾ സ്റ്റേഷനറി പർച്ചേസ് ചെയ്യുന്നു, അത് സെയിൽ ചെയ്യുന്നു. ക്ലിയർ, അപ്പൊ അയാൾ ഗുഡ്സ് എന്താണ്, സ്റ്റേഷനറി. അപ്പൊ ഓരോ ബിസിനസ്സും അവരെന്താണോ സെയിൽ ചെയ്യുന്നത് ആ സെയിൽ ചെയ്യുന്ന കമ്മോഡിറ്റിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ട്രാൻസാക്ഷൻസ് പറഞ്ഞു, ഗുഡ്സ് ആൻഡ് സർവീസ് പറഞ്ഞു അല്ലെ. അടുത്തത് നമ്മൾ എന്തിലേക്ക് പോവാം, പ്രോഫിറ്റിലേക്ക് പോവാം. അടുത്ത ടേമാണ് പ്രോഫിറ്റ്. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു അല്ലേ, 2 ആൾക്കാർ ബിസിനസ് തുടങ്ങിയ ഒരു 10 ഡേയ്സിന്റെ സ്റ്റോറി പറഞ്ഞു. ആ സ്റ്റോറിയിൽ നമ്മൾ എന്താ പറഞ്ഞത്, അവരെങ്ങനെ അവരെ പ്രോഫിറ്റ് ചെക്ക് ചെയ്യുന്നത്, ഇൻകം മൈനസ് എക്സ്പെൻസ് അല്ലെ. ഇപ്പൊ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സസ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ.
എത്ര എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതൽ നമുക്ക് ഇൻകം ഉണ്ടോ ആ ഇൻകത്തിനെ നമ്മൾ പറയാം പ്രോഫിറ്റ് എന്നാണ് അല്ലേ. അപ്പൊ അടുത്ത ടേം ലോസ് ആണ്. എന്താണോ നമ്മൾ പ്രോഫിറ്റിൽ പറഞ്ഞത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സാധനമാണ് എന്തെന്ന് പറയുന്നത് ലോസ് എന്ന് പറയുന്നത് അല്ലെ. എന്താ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സസ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. അങ്ങനെയാണെങ്കിൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സസ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം അല്ലെ. എക്സ്പെൻസ് മൈനസ് ഇൻകം ആണ് ലോസിന്റെ എമൗണ്ട് കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രോഫിറ്റ് പറഞ്ഞു, ലോസ് പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ അസറ്റ് ആണ് പറയാൻ പോണത്. അടുത്ത ടേം ഏതാണ്? അസറ്റ് ആണ് അല്ലെ. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ റിസോഴ്സ് ഓൺ ബൈ ദ ബിസിനസ് വിത്ത് ദ പർപ്പസ് ഓഫ് യൂസിങ് ഇറ്റ് ഫോർ ജനറേറ്റിംഗ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ റിസോഴ്സ് ആണ് അല്ലെ. ഇപ്പൊ നിങ്ങളുടെ വീട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു അസറ്റ് ആണ്. നിങ്ങളുടെ വെഹിക്കിൾ എന്താണ്? നിങ്ങളുടെ അസറ്റ് ആണ്. നിങ്ങളുടെ ഫോണോ നിങ്ങളുടെ അസറ്റ്. ഇപ്പൊ എന്റെ കയ്യിലുള്ള ഈ ഫോൺ ആരാണ്? എന്റെ അസറ്റ് ആണ് അല്ലെ. എന്റെ വെഹിക്കിൾ എന്ന് പറയുന്നത് എന്റെ അസറ്റ് ആണ്. അപ്പൊ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ബിസിനസിന്റെ ഓൺ റിസോഴ്സ് ആണ് അല്ലെ. നമ്മുടെ സ്വന്തം റിസോഴ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിസോഴ്സ് ബിസിനസ്സിൽ കീപ്പ് ചെയ്യുന്നത്? ഫോർ ജനറേറ്റിംഗ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. ഫ്യൂച്ചറിൽ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസോഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്? ബിസിനസ്സിൽ പർച്ചേസ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? അസറ്റ് എന്ന് പറയാം. ഇപ്പോൾ പർച്ചേസ് ഓഫ് ഫർണിച്ചർ അല്ലെങ്കിൽ ബെഞ്ച് ആൻഡ് ഡെസ്ക് അല്ലെ. ഇപ്പൊ ട്യൂഷൻ സെന്റർ അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് സെന്റർ അവരെന്ത് ചെയ്യാണ്? ബെഞ്ചും ഡെസ്കും പർച്ചേസ് ചെയ്യാണ്. എന്തിനാ ഈ ബെഞ്ചും ഡെസ്കും പർച്ചേസ് ചെയ്യുന്നത്? അവർക്ക് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ. കാരണം ആ ബെഞ്ചും ഡെസ്കും വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. എത്രത്തോളം ബെഞ്ചും ഡെസ്ക് ഉണ്ടോ ഓരോ വർഷം അത്രയും സ്റ്റുഡൻസിനെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും? അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോൾ നമ്മൾ അസറ്റ് കൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? നമ്മൾ ഓൺ റിസോഴ്സ് ആണ്. എന്തിനത് ഓൺ ചെയ്യുന്നത്? ഫോർ ജനറേറ്റിംഗ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. ശ്രദ്ധിക്കുക, അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ റിസോഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പർപ്പസ് ഓഫ് ജനറേറ്റിംഗ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. ക്ലിയർ? ഇനി അസറ്റ് തന്നെ നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം അസറ്റിനെ നമ്മൾ എന്താക്കുന്നുണ്ട്? ഫിക്സ്ഡ് അസറ്റ് ഉണ്ട് അല്ലെ. ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്. ഫിക്സ്ഡ് അസറ്റിൽ തന്നെ നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷനാണ് പഠിക്കുന്നത്. ടാഞ്ചിബിൾ ആയിട്ടുള്ള ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്. ശ്രദ്ധിക്കാം, അസറ്റിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് ഫിക്സ്ഡ് അസറ്റ് ആണ്, രണ്ടാമത്തെ കറണ്ട് അസറ്റ് ആണ്. ഫിക്സ്ഡ് അസറ്റിനെ തന്നെ ഫർദർ നമ്മൾ എന്ത് ചെയ്തു? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് ടാഞ്ചിബിൾ അസറ്റ് ആണ് അല്ലെ. ടാഞ്ചിബിൾ എന്ന് പറയുന്നത് ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള അസറ്റ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയാം. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാലോ ഫിസിക്കലി എന്തില്ല? എക്സിസ്റ്റൻസ് ഇല്ല. ലൈക്ക് ഗുഡ് വിൽ, കോപ്പിറൈറ്റ്, പാറ്റേൺ എക്സെട്ര അല്ലെ, ഇന്റലക്ച്വൽ റൈറ്റ് എക്സെട്ര. സോ ഫിക്സ്ഡ് അസറ്റ് തന്നെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ടാഞ്ചിബിൾ ഫിക്സ്ഡ് അസറ്റ് ആണ്, രണ്ടാമത്തത് ഇൻടാഞ്ചിബിൾ ആണ്. അപ്പൊ എന്താ ഫിക്സ്ഡ് അസറ്റ് എന്നുള്ളതാ ചോദ്യം. ആ ടേമിൽ തന്നെ ഉണ്ട്. ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് വിച്ച് ആർ യൂസ് ഫോർ മോർ ദാൻ 1 year അല്ലെ. വിച്ച് ആർ യൂസിങ് ഫോർ മോർ ദാൻ 1 year. ഒരു വർഷത്തേക്കാൾ കൂടുതൽ യൂസ് ഉണ്ടെങ്കിൽ, ഒരു വർഷത്തേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ആ അസറ്റിനെ നമ്മൾ പറയാം എന്താണ്? ഫിക്സ്ഡ് അസറ്റ് എന്നാണ് അല്ലെ. ഇപ്പൊ ലാൻഡ് ഫിക്സ്ഡ് അസറ്റ് ആണ്, ഒരുപാട് വർഷത്തെ യൂസ് ഉണ്ട് അല്ലെ. മെഷീനറി ഫിക്സ്ഡ് അസറ്റ് ആണ്, വെഹിക്കിൾ ഫിക്സ്ഡ് അസറ്റ് ആണ്. അപ്പൊ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് വർഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അസറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ഫിക്സ്ഡ് അസറ്റ് എന്നാ പറയാ. അതിൽ തന്നെ ടാഞ്ചിബിൾ ആണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്. ടാഞ്ചിബിൾ അസറ്റ് ആണ് അല്ലെ. നമ്മൾ ടാഞ്ചിബിൾ അസറ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതും ക്യാപിറ്റൽ അസറ്റ് തന്നെയാണ്, ലോങ് ടേമിലേക്കുള്ള അസറ്റ് തന്നെയാണ് അല്ലെ. പക്ഷെ അതിന് എന്തില്ല? നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് അല്ലെ. അതിനെന്തില്ല? ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. ലൈക്ക് ഗുഡ് വിൽ, കോപ്പിറൈറ്റ്, പാറ്റേൺ എക്സെട്ര അല്ലെ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബുക്ക് ചെയ്ത് ആ ബുക്ക് നമ്മൾ കോപ്പിറൈറ്റ് പ്രൊട്ടക്ട് ചെയ്തു. ഓക്കെ, അത് നമുക്ക് കാലാകാലം എന്ത് ചെയ്യാം? മറ്റൊരാൾക്ക് സെയിൽ ചെയ്യാനുള്ള എന്ത് കൊടുക്കും? ഓപ്ഷൻ. അതിന് നമുക്ക് എന്ത് കിട്ടും? ഇൻകം കിട്ടും. ക്ലിയർ? ഇപ്പൊ കോപ്പിറൈറ്റ് എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അതേപോലെ വേറൊരാൾ എഴുതിയ ബുക്ക് അത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യുക? പബ്ലിഷ് ചെയ്യുക. ആ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് കൊടുത്ത എന്താണ്? കോപ്പിറൈറ്റിന്റെ എന്താ പറയുക? റൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്നു, പേയ്മെന്റ് കൊടുത്തിട്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്കത് എന്ത് ചെയ്യാം? ഒരുപാട് വർഷം ആ ബുക്ക് വിറ്റിട്ട് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ കോപ്പിറൈറ്റ് എന്ന് പറയുന്നതും പാറ്റന്റും ഒക്കെ എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഇപ്പൊ ഒരാൾ കണ്ടുപിടിച്ച കണ്ടുപിടുത്തം അത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. ആ പർച്ചേസ് ചെയ്യുന്നതോട് കൂടി ആ പാറ്റന്റ് റൈറ്റ് ഇനി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളത്. ഒരുപാട് വർഷം നമുക്ക് എന്ത് ചെയ്യാം? ആ കണ്ടുപിടുത്തം എന്താണോ അത് നമ്മൾക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇനി അത് നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും, അതിലൂടെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റ് തന്നെയാണ്, ലോങ് ടേം ബെനിഫിറ്റ് ഉണ്ടാവും. അതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അതിന് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഗുഡ് വിൽ ഉണ്ട്, കോപ്പിറൈറ്റ്, പാറ്റേൺ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി കറണ്ട് അസറ്റ് എന്ന് പറയണ്ട, അതും അസറ്റ് ആണ്. പക്ഷെ വിത്തിൻ 1 year തന്നെ അതിന്റെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും. കറണ്ട് അസറ്റിന്റെ വാല്യൂ എന്തായിക്കൊണ്ടേ നിൽക്കും?
ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും. അങ്ങനത്തെ അസറ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കറണ്ട് അസറ്റ് എന്ന് പറയും. ഇപ്പൊ ക്യാഷ് ബാലൻസിന്റെ പ്രത്യേകത എന്താ, ഓരോ ഡേ കഴിയുന്തോറും നമ്മളുടെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്യൂലേ, ക്യാഷ് ഇൻക്രീസ് ചെയ്യും, ക്യാഷ് ഡിക്രീസ് ചെയ്യൂലേ, കൺസിസ്റ്റന്റ് ആയി നിൽക്കും. ഒരു വർഷത്തിൽ തന്നെ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് വരുന്ന അസറ്റ്സ് ഉണ്ടാവും. ആ അസറ്റിനെ നമ്മൾ പറയാം കറണ്ട് അസറ്റ് എന്നാണ്. വിത്തിൻ ദ ഇയറിൽ തന്നെ, വിത്തിൻ 1 ഇയറിൽ തന്നെ അതിന്റെ വാല്യൂ എന്തായിക്കൊണ്ടേ നിൽക്കും, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ക്യാഷ് ഒരു എക്സാമ്പിൾ ആണ്, ബാങ്ക് ബാലൻസ് ഒരു എക്സാമ്പിൾ ആണ്, സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ബിൽസ് റിസീവബിൾ ഉണ്ട്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇതൊക്കെ കറണ്ട് അസറ്റിന്റെ എക്സാമ്പിൾ ആണ്. ഇതൊക്കെ അസറ്റ് ആണ്, പക്ഷെ വിത്തിൻ 1 ഇയറിൽ അതിന്റെ വാല്യൂസ് ഒരുപാട് ഫ്ലക്ച്വേഷൻസ് വരും. അതിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയാം. ഓക്കെ, അസറ്റ് ആണ് പക്ഷെ ഷോർട്ട് ടേം ആണ് അല്ലെ. വിത്തിൻ 1 ഇയറിൽ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്യും. എക്സാമ്പിൾ ഏതൊക്കെയാണ്, ക്യാഷ്, ബാങ്ക്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് എക്സെട്ര. അപ്പൊ അസറ്റ് എന്താണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. അസറ്റ് ഞാൻ ഒന്നുകൂടി പറയാം. അസറ്റ് ഈസ് എ റിസോഴ്സ് ഓൺ ബൈ ദ ബിസിനസ് വിത്ത് ദ പർപ്പസ് ഓഫ് ജനറേറ്റിംഗ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഓൺ ചെയ്തത്, ഫ്യൂച്ചർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ലാബിലിറ്റി ആണ് അല്ലെ. അസറ്റ് എന്താന്ന് പറഞ്ഞാൽ ലാബിലിറ്റി നമ്മൾ അറിയും. അസറ്റിന് എപ്പോൾ ഇക്വലന്റ് ആയിട്ട് എന്തുണ്ടാവും, ലാബിലിറ്റി ഉണ്ടാവും എന്ന് പറയും അല്ലെ. അപ്പൊ എന്താ ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എൻ ഒബ്ലിഗേഷൻ ഓഫ് ഫിനാൻഷ്യൽ നേച്ചർ ടു ബി സെറ്റിൽഡ് ഇൻ എ ഫ്യൂച്ചർ ഡേറ്റ്. ടു ബി സെറ്റിൽഡ് ഇൻ എ ഫ്യൂച്ചർ ഡേറ്റ് ഒരു ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ആണ്. നമ്മുടെ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒബ്ലിഗേഷൻ ആണ്. ഒരു എന്താ പറയാ, കടം അല്ലെ, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത്, അതൊരു ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ, നമുക്ക് തിരിച്ചടിക്കാനുള്ളതാണ്, നമ്മളെ ബാധ്യതയാണ് അല്ലെ. ലാബിലിറ്റിക്ക് നമുക്ക് നല്ലൊരു മീനിങ് എന്താ, നമ്മളൊരു ബാധ്യതയാണ്. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ള നമ്മുടെ ഫിനാൻഷ്യൽ ലാബിലിറ്റിയാണ്. അതിനാണ് ലാബിലിറ്റീസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ലാബിലിറ്റീസ് എന്താന്ന് വെച്ചാൽ എന്താണ്, ഒരു ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ, നമ്മൾ എന്ത് ചെയ്യണം, റീപേയ്മെന്റ് കൊടുക്കണം എപ്പോ, ഫ്യൂച്ചർ ഡേറ്റിൽ. അതിനെയാണ് നമ്മൾ ലാബിലിറ്റീസ് എന്ന് പറയാം. ഓക്കെ, ലാബിലിറ്റീസിനെ ഇതേപോലെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അസറ്റ് പറഞ്ഞ പോലെ രണ്ടായിട്ട് ലാബിലിറ്റീസിനെ സ്പ്ലിറ്റ് ചെയ്യും. ഫസ്റ്റ് വൺ ലോങ് ടേം ലാബിലിറ്റി ആണ്, ആൻഡ് സെക്കൻഡ് വൺ കറന്റ് ലാബിലിറ്റീസ് ആണ്. ഫസ്റ്റ് ഏതാണ്, ലോങ് ടേം ലാബിലിറ്റിയും സെക്കൻഡ് വൺ കറന്റ് ലാബിലിറ്റിയും ആണ്. ഈ ലോങ് ടേം ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒബ്ലിഗേഷന് നമ്മൾ വിത്തിൻ 1 ഇയറിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വിത്തിൻ 1 ഇയർ കൊണ്ട് ആ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം മോർ ദാൻ 1 ഇയർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ലാബിലിറ്റി മീറ്റ് ചെയ്താൽ മതി. അങ്ങനത്തെ ലാബിലിറ്റിക്കാണ് നമ്മൾ എന്ത് ലാബിലിറ്റി എന്ന് പറയാം, ലോങ് ടേം ലാബിലിറ്റി എന്ന് പറയാം. എന്നാൽ ലാബിലിറ്റിയിൽ രണ്ടാമത്തെ ഐറ്റം ഏതാണ്, കറന്റ് ലാബിലിറ്റി ആണ്. എന്താ കറന്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ, ലാബിലിറ്റിന്റെ ഒബ്ലിഗേഷൻ വിത്തിൻ 1 ഇയറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യണം. അങ്ങനത്തെ ലാബിലിറ്റിക്ക് നമ്മൾ പറയാം കറന്റ് ലാബിലിറ്റി എന്നാണ്. അപ്പൊ ലാബിലിറ്റീസ് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ലോങ് ടേം ലാബിലിറ്റീസും ഉണ്ട്, കറന്റ് ലാബിലിറ്റി ഉണ്ട്. എന്താ ലോങ് ടേം ലാബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് വർഷം എടുത്തിട്ട് റീപേയ്മെന്റ് കൊടുത്താൽ മതി, ലൈക്ക് ബാങ്ക് ലോൺ, മോർഗേജ് എക്സെട്ര. അതേപോലെ കറന്റ് ലാബിലിറ്റീസ് ഉണ്ട് അല്ലെ. എന്താണ്, വിത്തിൻ 1 ഇയറിൽ ആ ലാബിലിറ്റി സെറ്റിൽ ചെയ്യണം, ലൈക്ക് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എക്സെട്ര അല്ലെ. ഷോർട്ട് ടേം ലോൺസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, വിത്തിൻ 1 ഇയറിൽ നമ്മൾ എന്ത് ചെയ്യണം, ലാബിലിറ്റി മീറ്റ് ചെയ്യണം. അങ്ങനത്തെ ലാബിലിറ്റിനെ നമ്മൾ കറന്റ് ലാബിലിറ്റി എന്നും, ലോങ് ടേമിൽ മീറ്റ് ചെയ്യണ ലാബിലിറ്റിനെ ലോങ് ടേം ലാബിലിറ്റി എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ നമ്മൾ ലാബിലിറ്റീസ് എന്ത് ചെയ്തു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലെ. ലോങ് ടേം പറഞ്ഞു, കറന്റ് ലാബിലിറ്റി. ഇനി ഇന്റേണൽ ലാബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ, ബിസിനസിന്റെ ഉള്ളിലുള്ള ആൾക്കാരാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, മീറ്റ് ചെയ്യാനുള്ളത്. ദീസ് റെപ്രസെന്റ് പ്രൊപ്രൈറ്റേഴ്സ് ഇക്വിറ്റി അല്ലെ. ഓണേഴ്സിന് തിരിച്ചു കൊടുക്കാനുള്ള എമൗണ്ടിനെയാണ് നമ്മൾ ഇന്റേണൽ ലാബിലിറ്റി എന്ന് പറയാം. അപ്പൊ ഓണർ എന്ന് പറഞ്ഞാൽ ആരാണ്, ബിസിനസിന്റെ മുതലാളിയാണ് അല്ലെ, പ്രൊപ്രൈറ്റർ ആണ്. ആ പ്രൊപ്രൈറ്ററിന് നമ്മൾ എന്തിനാ ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോണത്. അതിലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ തന്നെ പറയുന്നത് എന്താണ്, അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ് അല്ലെ. എന്താ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഓണർ വേറെ, ബിസിനസ് വേറെ. അക്കൗണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഓണർ സെപ്പറേറ്റും ബിസിനസ് സെപ്പറേറ്റ് എൻറ്റിറ്റിയും ആണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഓണറും ഒരു ലാബിലിറ്റി തന്നെയാണ്, പക്ഷെ അത് ഇന്റേണൽ ലാബിലിറ്റി ആണ്, ബിസിനസിന്റെ ഉള്ളിലുള്ള ആളാണ്, റൈറ്റ്. അപ്പോൾ ഇന്റേണൽ ലാബിലിറ്റി എന്നാണ് നമ്മൾ ഓണേഴ്സിന്റെ ഫണ്ടിനെ യൂസ് ചെയ്യാറ്, കാരണം അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. ആ പ്രിൻസിപ്പിൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരും. ഓക്കെ, ഇനി നമ്മൾ പോകാൻ പോകുന്നത് വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ചിട്ടാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ജസ്റ്റ് അത് അറിഞ്ഞാൽ മതി. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ശരിക്കും രണ്ട് ടൈപ്പ് ഉണ്ട്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ട ക്യാഷിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ, ഡേ ടു ഡേ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ട നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള
അസറ്റിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ക്ലിയർ? ഇപ്പൊ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ടോട്ടൽ കറണ്ട് അസറ്റ്, നമ്മുടെ കയ്യിലെ കറണ്ട് അസറ്റിന്റെ ടോട്ടൽ വാല്യൂ എന്താണോ അതാണ് നമ്മുടെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓപ്പറേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഫണ്ട് അല്ലെ, ഡേ ടു ഡേ ഓപ്പറേറ്റിംഗിന്റെ നമ്മുടെ ഫണ്ടിനാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ആ ക്യാപിറ്റൽ ടോട്ടൽ കറണ്ട് അസറ്റ് എത്രയാണോ അതാണ് നമ്മളെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലോ ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് ടോട്ടൽ കറന്റ് ലാബിലിറ്റി. കറണ്ട് അസറ്റിൽ നിന്നും കറന്റ് ലാബിലിറ്റി കുറച്ചിട്ട് എത്ര ഫണ്ട് ഉണ്ടോ അതിനാണ് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എക്സസ് കറന്റ് അസറ്റ് ഓവർ കറന്റ് ലാബിലിറ്റി. കറന്റ് അസറ്റ് എത്രത്തോളം കൂടുതലാണോ കറന്റ് ലാബിലിറ്റിക്കാൾ ആ എക്സസ് എമൗണ്ട് അതിന് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ നമുക്കറിയാം ഫണ്ട് വേണം അല്ലെ, എന്തിന്? ഡേ ടു ഡേ ഓപ്പറേഷൻ. ആ ഡേ ടു ഡേ ഓപ്പറേഷൻ വേണ്ട ഫണ്ടിനെ നമ്മൾ പറയാം വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ്. അത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറന്റ് അസറ്റിന്റെ വാല്യൂ എന്താണോ അത് തന്നെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലോ ടോട്ടൽ കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലാബിലിറ്റീസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടേമിലേക്ക് പോവുകയാണെങ്കിൽ കണ്ടിൻജന്റ് ലാബിലിറ്റി ആണ് അല്ലെ. കണ്ടിൻജന്റ് എന്നുള്ള ടേം നമുക്ക് ലോ പഠിക്കുമ്പോൾ അറിയാൻ പറ്റും. കണ്ടിൻജന്റ് എന്നല്ലേ എന്താ ഇവിടെ നോക്കാം. ഇറ്റ് റെപ്രസെന്റ് എ പൊട്ടൻഷ്യൽ ഒബ്ലിഗേഷൻ ദാറ്റ് കുഡ് ബി ക്രിയേറ്റഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ഔട്ട്കം ഓഫ് എൻ ഇവന്റ്. ആ ലാബിലിറ്റി ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടില്ല, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ പെർട്ടിക്കുലർ ഇവന്റ്. അത് എപ്പോഴേ നടക്കുള്ളൂ? അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഫ്യൂച്ചർ ഡേറ്റിൽ നടക്കുന്ന ഏതോ ഒരു ഇവന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ലാബിലിറ്റി എന്താവുന്നത് നമുക്ക് ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പൊ ആ ലാബിലിറ്റി ഇപ്പോൾ എന്തായിട്ടില്ല, കൺഫേം ആയിട്ടില്ല. പക്ഷെ ഒരു ഫ്യൂച്ചർ ഡേറ്റിലെ ഒരു ഇവന്റ് ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ലാബിലിറ്റി മേ ഓർ മേ നോട്ട് കൺഫേം അല്ലെ, മേ ഓർ മേ നോട്ട് കൺഫേം. നമുക്കത് ചിലപ്പോൾ കൺഫേം ആവും, ചിലപ്പോൾ കൺഫേം ആവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കണ്ടിൻജന്റ് ലാബിലിറ്റിനെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷനിലേക്കോ ജേർണലിലേക്കോ നമ്മൾ കൊണ്ടുവരില്ല. പകരം ബിസിനസിന്റെ ഈ ലാബിലിറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റിന്റെ അടിയിൽ ഫുട് നോട്ട് ആയിട്ട് നമ്മൾ എന്ത് പറയും? ഇന്ന കണ്ടിൻജന്റ് ലാബിലിറ്റി ബിസിനസ്സിനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു കേസ് ഉണ്ട്, കോടതിയിലാണ് ആ കേസ് ഉള്ളത്. അതിന്റെ വിധി കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. വിധി ഫേവറബിൾ ആണെങ്കിൽ ലാബിലിറ്റി ഇല്ല, പക്ഷേ വിധി എന്താണ് എഗെയിൻസ്റ്റ് ആണെങ്കിലോ നമുക്ക് ആ ലാബിലിറ്റി ഫോം ആവും. അങ്ങനെ വരുന്ന ലാബിലിറ്റീസ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഫുട് നോട്ടിൽ നമ്മൾ എന്ത് കൊടുക്കും? ബാലൻസ് ഷീറ്റ് കഴിഞ്ഞിട്ട് വരുന്ന നോട്ടിൽ നമ്മൾ കണ്ടിൻജന്റ് ലാബിലിറ്റി മെൻഷൻ ചെയ്താൽ മതി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫ്യൂച്ചർ ഇവന്റ്, മേ ഓർ മേ നോട്ട് ഹാപ്പൻ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ക്യാപിറ്റൽ എന്താണെന്നുള്ളതാണ്. ക്യാപിറ്റൽ നമുക്കറിയാം അല്ലെ, ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ഓണർ, അല്ലെങ്കിൽ എനി എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ഓണർ. ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ പറയാം ക്യാപിറ്റൽ ആണ്. അപ്പൊ ക്യാപിറ്റൽ റെപ്രസെന്റ് ചെയ്യുന്ന ആരാണ്? ഓണറിനാണ് അല്ലെ. എനി ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ഓണർ, വെദർ ഇറ്റ് ഈസ് ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ് അല്ലെ. ക്യാഷ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താലോ അസറ്റ് ഇൻവെസ്റ്റ് ചെയ്താലോ അതൊക്കെ ക്യാപിറ്റൽ എന്നാ പറയാം. ഓണർ ആണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റിന് എന്താ പറയാം? ക്യാപിറ്റൽ എന്നാ പറയാം അല്ലെ. ഇറ്റ്സ് എ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ ബിസിനസ് ബൈ ഇറ്റ്സ് ഓണർ. ഇനി ഡ്രോയിങ്സ് പറഞ്ഞാൽ എന്താ? ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഓണർ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനാണ് നമ്മൾ എന്ത് പറയാ? ഡ്രോയിങ്സ്. അപ്പൊ അക്കൗണ്ടിങ്ങിൽ ഡ്രോയിങ്സ് എന്നുള്ള ടേം നമ്മൾ എപ്പോഴാ യൂസ് ചെയ്യാം? ഓണർ വിഡ്രോ ചെയ്യുന്നതിനാണ്. എന്താ ഡ്രോയിങ്സ് പറഞ്ഞാൽ? ഇറ്റ് റെപ്രസെന്റ് എൻ എമൗണ്ട് ഓഫ് ക്യാഷ്, ഗുഡ്സ് ഓർ എനി അതർ അസറ്റ് വിത്ത് ദ ഓണർ വിഡ്രോ ഫ്രം ബിസിനസ് അല്ലെ. ഇറ്റ് റെപ്രസെന്റ് എനി എമൗണ്ട് ഓഫ് ക്യാഷ്, ഗുഡ്സ് ഓർ എനി അതർ അസറ്റ് വിച്ച് ഈസ് വിഡ്രോൺ ബൈ ഓണർ അല്ലെ. ഓണർ വിഡ്രോ ചെയ്യുന്ന ക്യാഷ് അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ എനി അസറ്റ്സ് അതിന് നമ്മൾ എന്തെന്ന് പറയും? ഡ്രോയിങ്സ് പറയും. ഇപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓണർ ഞാനെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓണർ ആയ ഞാൻ ഇവിടുന്ന് ഗുഡ്സ് വിഡ്രോ ചെയ്യാം, അതിന് ഡ്രോയിങ്സ് എന്നാ പറയാം. ക്യാഷ് വിഡ്രോ ചെയ്യാം ഫോർ പേഴ്സണൽ യൂസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇയാൾ വിഡ്രോ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പേഴ്സണൽ യൂസ്, അയാളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ യൂസ് ചെയ്യുന്ന വിഡ്രോയിങ്സ് അല്ലെ, ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡ്രോയിങ്സ് പറയാം. അത് ക്യാഷ് ആയിട്ട് അയാൾക്ക് വിഡ്രോ ചെയ്യാം, അയാളെ പേഴ്സണൽ പർപ്പസിന് ക്യാഷ് വിഡ്രോ ചെയ്യാം, ഗുഡ്സ് വിഡ്രോ ചെയ്യാം. അതേപോലെ ബിസിനസിന്റെ അസറ്റ് അയാൾക്ക് എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്യാം. അപ്പൊ അയാൾ ക്യാഷ് വിഡ്രോ ചെയ്താലും ഗുഡ്സ് വിഡ്രോ ചെയ്താലും അസറ്റ് വിഡ്രോ ചെയ്താലും നമ്മൾ ഒരേ ടേമാണ് പറയാ, അതിനാണ് ഡ്രോയിങ്സ് എന്നുള്ള വർക്ക്. ഓക്കെ, അപ്പൊ ഡ്രോയിങ്സ് ആണ് അതിന്റെ മീനിങ് എന്താണ്? ഓണർ വിഡ്രോ ചെയ്തതിന് പറയുന്നതാണ്. ഓക്കെ, അത് എന്തു ആവാം? ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ് ഓർ എനി അതർ അസറ്റ്. ഇനി നെറ്റ്വർത്ത് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ്. നെറ്റ്വർത്ത് അത് ശരിക്കും ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഓക്കെ, ടോട്ടൽ അസറ്റ് മൈനസ് ലാബിലിറ്റിക്കാണ്. ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലാബിലിറ്റീസ്, അതിനാണ് നെറ്റ്വർത്ത് എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ മൊത്തം അസറ്റിൽ നിന്നും
ടോട്ടൽ ലാബിലിറ്റി മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂനാണ് നമ്മൾ എന്തെന്ന് പറയാ നെറ്റ്വർത്ത്. അത് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അസറ്റിൽ നിന്ന് ലാബിലിറ്റി കുറച്ചാൽ എത്രയാണോ ബാലൻസ് എമൗണ്ട്, ആ ബാലൻസ് എമൗണ്ട് ഓണറിൻ്റെതാണ്. സോ അതിന് നമ്മൾ പറയാം ഓണേഴ്സ് ഇക്വിറ്റി എന്നാണ് അല്ലേ. ഇറ്റ് റെപ്രസെന്റ് എക്സസ് ഓഫ് ടോട്ടൽ അസറ്റ് ഓവർ ടോട്ടൽ ലാബിലിറ്റി. ടോട്ടൽ അസറ്റ് എത്രത്തോളം കൂടുതലാണോ ലാബിലിറ്റിനേക്കാൾ, അതാണ് നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. അതെന്നാണ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻവെസ്റ്റ്മെന്റ്, അതൊരു അസറ്റ് തന്നെയാണ് അല്ലേ. ഇൻവെസ്റ്റ്മെന്റ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ റിലയൻസ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇൻവെസ്റ്റിനെ നമ്മൾ പറയാം നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേമിലേക്കല്ല, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ എന്താ നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് വിച്ച് ആർ ഹെൽഡ് ബിയോണ്ട് ദ കറന്റ് പീരീഡ് ആസ് ടു സെയിൽ ഓർ ഡിസ്പോസ് അല്ലേ. നമ്മൾ കുറേ കാലത്തേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നോൺ കറന്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്. നമ്മൾ ബാങ്കിൽ 10 ലക്ഷം ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടാം. എന്തിനു വേണ്ടിയിട്ടാണ്? കുറെ കാലം കഴിഞ്ഞാൽ തിരിച്ചു കിട്ടൂലേ. അപ്പൊ അത് ലോങ് ടേമിലേക്കുള്ളതാണ്. അതിനെ നമ്മൾ പറയാം നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ ഞാൻ FD തുടങ്ങിയാലോ, ബാങ്കിൽ FD ഇട്ടാൽ അതിന്റെ അർത്ഥം എന്താ? നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലേ. കുറെ കാലത്തേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താണ്. ഇനി ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്താ? ഇപ്പൊ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഷോർട്ട് ടേം ആണ്, പെട്ടെന്ന് സെയിൽ ചെയ്ത് ക്യാഷ് ആക്കാൻ പറ്റും. അപ്പൊ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. കറന്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ത്? ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്. എന്താ ഇതിന്റെ പർപ്പസ്? പെട്ടെന്ന് ലിക്വിഡ് ഫോമിലേക്ക് മാറ്റാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. അപ്പൊ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് ആർ ബൈ ദ നേച്ചർ readily realizable and are intended to be held for not more than 1 year. ഒരു വർഷത്തേക്കാൾ കൂടുതൽ ഹെൽഡ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശവുമില്ല. പെട്ടെന്ന് നമുക്ക് റിയലൈസ് ചെയ്യണം, പെട്ടെന്ന് തന്നെ ലിക്വിഡേറ്റ് ചെയ്യണം. അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് അതിനാണ് നോൺ കറന്റ്, അതിനാണ് കറന്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഡെപ്റ്റേഴ്സ്. നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ചാപ്റ്ററിലേക്കൊക്കെ എത്തുമ്പോൾ ഡെപ്റ്റേഴ്സ് എന്നുള്ള ടേം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സം ടോട്ടൽ ഓഫ് ആഗ്രിഗേറ്റ് ഓഫ് ദി എമൗണ്ട് വിച്ച് ദ കസ്റ്റമർ ഓ ടു ദ ബിസിനസ് ഫോർ പർച്ചേസിംഗ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഓർ സർവീസ് റെൻഡഡ് ഓർ ഇൻ റെസ്പെക്ട് ഓഫ് അതർ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഈസ് നോൺ ആസ് സൺട്രി ഡെപ്റ്റേഴ്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മളൊരു ഗുഡ്സ് ക്രെഡിറ്റിനാണ് സെയിൽ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ ഗുഡ്സ് ക്രെഡിറ്റിനാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ ആ കസ്റ്റമർ നമുക്ക് തരാനുണ്ട്, എന്ത്? ക്യാഷ് തരാനുണ്ട്. അങ്ങനെ തരാനുള്ള ആളാണ് നമ്മൾ എന്തെന്ന് പറയാം? ഡെപ്റ്റർ എന്ന് പറയാം. ഡെപ്റ്റർ ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ ഡെപ്റ്റർ ഈസ് ദ പേഴ്സൺ ഹു ഹോൾഡ്സ് മണി ടു ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുള്ള ആള്, അയാളാണ് നമ്മൾ എന്തെന്ന് പറയാം? ഡെപ്റ്റർ എന്ന് പറയാം. അപ്പൊ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്റ്റർ ഈസ് എ പേഴ്സൺ ഹു ഹോൾഡ്സ് മണി ടു ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുള്ള ആളാണ്. ക്ലിയർ? എപ്പോഴത് നടക്കാം? ക്രെഡിറ്റ് സെയിൽ നടന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ ഒരു ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്തു, എന്നിട്ട് ഷോപ്പ് കീപ്പറിനോട് എന്ത് പറഞ്ഞു? സെല്ലറിനോട് എന്ത് പറഞ്ഞു? ക്യാഷ് ഈ ഒരാഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞു. റൈറ്റ്? അങ്ങനെ പറയുകയാണെങ്കിൽ ഷോപ്പ് കീപ്പറിനെ സംബന്ധിച്ചിടത്തോളം, ആ സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം ആ കസ്റ്റമർ ഡെപ്റ്റർ ആണ്. കാരണം എന്താണ്? ബിസിനസ്സിലേക്ക് ക്യാഷ് കൊടുക്കാനുള്ള ആളാണ്. ക്ലിയർ? അപ്പൊ ഡെപ്റ്റർ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഗുഡ് ഡെപ്റ്റ്. ജസ്റ്റ് അതിന്റെ ടേംസ് പറയാണ്. ഗുഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ വാല്യൂ റിയലൈസ് ചെയ്യും എന്ന് പറഞ്ഞാൽ തരാനുള്ള ഡെപ്റ്റേഴ്സ് ക്യാഷ് തരാം, അതിനാണ് ഗുഡ് ഡെപ്റ്റ് എന്ന് പറയാം. ഇനി ബാഡ് ഡെപ്റ്റ് ഉണ്ട്. ആരാണോ ക്യാഷ് തരാനുള്ള ആള് അയാൾ ക്യാഷ് തരാണ്ട് നിൽക്കാം. ഒരാൾ ക്യാഷ് തരാണ്ട് അയാൾ മരിച്ചുപോയി, അപ്പൊ അയാളെ ക്യാഷ് കിട്ടൂല. അപ്പൊ ആ ഡെപ്റ്റ് നമുക്ക് ബാഡ് ആയി എന്ന് പറയും. ക്ലിയർ? അപ്പൊ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തരാനുള്ള ആള് തരാണ്ട് നിൽക്കാം, പല റീസൺ കൊണ്ടാവാം. ക്ലിയർ? അങ്ങനെ വരുമ്പോൾ ഉള്ള ഡെപ്റ്റിനെ നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്നാ പറയാം. ഗുഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ തരാനുള്ള ഡെപ്റ്റ് നമുക്ക് കിട്ടാം, അതിനാണ് ഗുഡ് ഡെപ്റ്റ് എന്ന് പറയാം. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാലോ തരാനുള്ള ഡെപ്റ്റ് നമുക്ക് കിട്ടാണ്ടാവാം, കിട്ടാനുള്ള ക്യാഷ് കിട്ടാണ്ടാവും, അതിനെ നമ്മൾ പറയുന്നതാണ് ബാഡ് ഡെപ്റ്റ് എന്നാണ്. ഓക്കെ, പിന്നെ പറയുന്നത് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആണ്. ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തരാൻ സാധ്യത ഉണ്ട്, എന്നാൽ തരാണ്ട് നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. രണ്ടും ഉണ്ട്. ഒരു പക്ഷെ അയാൾ തരാം, അല്ലെങ്കിലോ അയാൾ തരാണ്ട് നിൽക്കാം. അങ്ങനെയുള്ള ഡെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയാം. മേ ഓർ മെ നോട്ട് ബി റിയലൈസ്ഡ്. കിട്ടാം, കിട്ടാണ്ടിരിക്കാം. മേ ഓർ മെ നോട്ട് ബി റിയലൈസ്ഡ്. അങ്ങനത്തെ ഡെപ്റ്റിനെ നമ്മൾ പറയാം ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്നാണ്. അപ്പൊ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു ഓസ് മണി ടു ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുള്ള ഡെപ്റ്റേഴ്സ് എന്ന് പറയും. 3 രീതിയിലുള്ള ഡെപ്റ്റ് ഉണ്ട്. ഗുഡ് ഡെപ്റ്റ് ഉണ്ട്, തരുന്ന ആൾക്കാരുണ്ട് ക്യാഷ് അല്ലെ. ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഉണ്ട്, മേ ഓർ മെ നോട്ട് ബി റിയലൈസ്ഡ്. തരാണ്ടിരിക്കാം. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 100% നമുക്ക് കിട്ടാത്ത ഡെപ്റ്റ്. ഓക്കെ, അപ്പൊ ഡെപ്റ്റേഴ്സും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈമിലേക്ക് പോകാം. ക്രെഡിറ്റർ. ഡെപ്റ്റേഴ്സിന് നേരെ ഓപ്പോസിറ്റ്സ് ആണ്. ബിസിനസ്
വേറൊരാൾക്ക് ക്യാഷ് കൊടുക്കാനുള്ളതിനാണ് ക്രെഡിറ്റർ എന്ന് പറയാം. നമ്മളൊരു സ്ഥലത്തു നിന്നും പർച്ചേസ് ചെയ്തു, ഒരു സെല്ലറിൻ്റെ നിന്ന് പർച്ചേസ് ചെയ്തു, ക്യാഷ് കൊടുത്തിട്ടില്ല. അങ്ങനെ വരുന്ന പർച്ചേസ് ക്രെഡിറ്റ് പർച്ചേസ് എന്നാ പറയാം. ആ സെല്ലറിന് നമ്മൾ ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ ആ സെല്ലർ നമുക്ക് ക്രെഡിറ്ററാണ്. എന്താ പറഞ്ഞത്? നമ്മളൊരു സ്ഥലത്തു നിന്ന് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തു, സെല്ലറിന് ക്യാഷ് കൊടുത്തിട്ടില്ല. എന്നാൽ നമ്മളെ ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ സെല്ലർ നമ്മളെ ക്രെഡിറ്ററാണ്, നമ്മൾ ക്യാഷ് കൊടുക്കാനുണ്ട്, നമ്മളെ ലാബിലിറ്റി ആണ് അയാൾക്ക് ക്യാഷ് കൊടുക്കാന്നുള്ളത്. ഇപ്പൊ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? ദ പേഴ്സൺ ഹു ഓസ് മണി ഫ്രം ബിസിനസ്. ബിസിനസ്സിന് ക്യാഷ് കിട്ടാനുള്ള പേഴ്സൺ, അയാളാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് തരാനുള്ള ആളാണെങ്കിൽ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? ബിസിനസ് കൊടുക്കാനുള്ള ആളാണ്. അപ്പൊ ആരാ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ? ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ള ആള്. ക്ലിയർ? എ ക്രെഡിറ്റർ ഈസ് എ പേഴ്സൺ to whom the business owes money or money's worth, അല്ലെ? മണി ഓർ മണീസ് വർത്ത്. ക്യാഷ് കൊടുക്കാനുള്ള ആളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ക്രെഡിറ്റർ എന്ന് പറയാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്രെഡിറ്റ് പർച്ചേസിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ഇനി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. രണ്ട് രീതിയിൽ നമ്മൾ എക്സ്പെൻഡിച്ചറിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും രണ്ടാമത്തെ റവന്യൂ എക്സ്പെൻഡിച്ചറും. അപ്പൊ നമ്മളൊക്കെ രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തു അല്ലെ? അസറ്റ് ഫിക്സ്ഡ് പറഞ്ഞു, കറണ്ട് പറഞ്ഞു. അതേപോലെ ലാബിലിറ്റി ലോങ് ടേം പറഞ്ഞു, കറന്റ് ലാബിലിറ്റി പറഞ്ഞു. ഇനി എക്സ്പെൻഡിച്ചറിനെയും നമ്മൾ രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാണ്. ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, രണ്ടാമത്തെ റവന്യൂ എക്സ്പെൻഡിച്ചർ. രണ്ടും എക്സ്പെൻഡിച്ചർ ആണ്, പക്ഷെ ചെറിയ ഡിഫറൻസിലാണ് ക്യാപിറ്റൽ റവന്യൂ പറയുന്നത്. ശ്രദ്ധിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. നമുക്ക് നോക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ദ പർപ്പസ് ഓഫ് അക്വയറിംഗ് എ ഫിക്സഡ് അസറ്റ്. വളരെ സിമ്പിൾ ആണ് അല്ലെ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊരു എക്സ്പെൻഡിച്ചറിനെ പറയണമെങ്കിൽ ആ എക്സ്പെൻഡിച്ചർ എന്തായിരിക്കണം? അസറ്റ് പർച്ചേസ് ചെയ്യുന്നതായിരിക്കണം. സിമ്പിൾ ആണ് അല്ലെ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്പെൻഡിച്ചർ അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. എക്സാമ്പിൾ എന്താണ്? പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ ആൻഡ് എക്സെട്ര. ഓക്കെ, ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ ആവണമെങ്കിലുള്ള പോയിന്റ് എന്താണ്? അത് അസറ്റ് പർച്ചേസ് ചെയ്ത എക്സ്പെൻഡിച്ചർ ആയിരിക്കണം. പർച്ചേസ് ഓഫ് ലാൻഡ്, പർച്ചേസ് ഓഫ് ബിൽഡിംഗ് ഒക്കെ പോലെ. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മനസ്സിലായി വിചാരിക്കുന്നു. വൺ ടൈം എക്സ്പെൻഡിച്ചർ ആണ്, ലോങ് ടേം ബെനിഫിറ്റ് ആണ്. അതാണ് അടുത്ത പോയിന്റ്. പിന്നെ നോൺ റിക്കറിംഗ് ആണ്, റിപ്പീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആ എക്സ്പെൻസ് എല്ലാ വർഷവും ഉണ്ടാവില്ല, ഒരൊറ്റ വർഷം എക്സ്പെൻസ് ഉണ്ടാവുള്ളൂ, പക്ഷെ ലോങ് ടേം ബെനിഫിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ പോയിന്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, രണ്ടാമത്തേത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇറ്റ് റെപ്രസെന്റ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു ഏൺ റവന്യൂ ഓഫ് ദ കറന്റ് പീരീഡ്. ഒരു കറന്റ് പീരീഡിലെ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചർ. ഡേ ടു ഡേ ഓപ്പറേറ്റിംഗിൽ വേണ്ട എല്ലാ എക്സ്പെൻഡിച്ചറും എന്ത് എക്സ്പെൻഡിച്ചർ ആണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ലൈക്ക് റെന്റ്, സാലറി, പർച്ചേസ്, ഇൻഷുറൻസ് എക്സെട്ര. ഈ പറഞ്ഞതൊക്കെ എല്ലാ വർഷവും റിപ്പീറ്റ് ആയി വരും. അപ്പോൾ ഓരോ വർഷവും അതാത് വർഷത്തെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചർ, പർച്ചേസ് ഓഫ് ഗുഡ്സ്, സാലറി പെയ്ഡ്, വേജസ് പെയ്ഡ്, കാരേജ്, അല്ലെ? ഈ പറഞ്ഞ എല്ലാ എക്സ്പെൻസും എല്ലാ വർഷവും എന്താവുന്നുണ്ട്? റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ആ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ. അതിന്റെ ബെനിഫിറ്റിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വിത്തിൻ 1 ഇയർ ബെനിഫിറ്റ് എന്താവും? എക്സോസ്റ്റ് ആവും. ആ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതിനെ കൊണ്ട് 1 ഇയറിൽ അതിന്റെ ബെനിഫിറ്റ് ഉള്ളൂ. അങ്ങനത്തെ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഞാൻ ഒന്നുകൂടി കറക്റ്റ് പറഞ്ഞുതരാം. എക്സ്പെൻഡിച്ചറിനെ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, രണ്ടാമത്തെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. എന്താ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ലോങ് ടേം ബെനിഫിറ്റ് ഉള്ള എക്സ്പെൻഡിച്ചർ. വൺ ടൈം എക്സ്പെൻഡിച്ചർ ആണ്, ലോങ് ടേം ബെനിഫിറ്റ് ആണ്. നമ്മൾ എക്സാമ്പിൾ എന്താ പറയുക? പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഏത് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അല്ലെങ്കിലോ ഫിക്സഡ് അസറ്റിന്റെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷനും എന്തിൽ വരും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരും. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്? വൺ ടൈം എക്സ്പെൻഡിച്ചർ ആണ്, നോൺ റിക്കറിംഗ് ആണ്, റിപ്പീറ്റ് ചെയ്യില്ല, ലോങ് ടേം ബെനിഫിറ്റ് ഉണ്ടാവും. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ് വരാം. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താ? വിത്തിൻ 1 ഇയറിൽ ബെനിഫിറ്റ് എക്സോസ്റ്റ് ആവും. എന്തിന് ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്? ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. ഓരോ വർഷത്തെ ഓരോ ഇയറിലെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വരുന്ന എക്സ്പെൻഡിച്ചർ ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. പർച്ചേസ് ഓഫ് ഗുഡ്സ്, റെന്റ്, സാലറി, വേജ്, കാരേജ്, സ്റ്റേഷനറി എക്സെട്ര. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്നുള്ളതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ആ പോയിന്റ് പറഞ്ഞു പോകുന്നു. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദ റവന്യൂ ഏൺ ബൈ ദ ബിസിനസ് ആൻഡ് ദ എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദ ബിസിനസ് ടു ഏൺ ദാറ്റ് റവന്യൂ.
This account shows the revenue earned by the business and the expense incurred by the business to earn that revenue. എന്തിനാണ് ഒരു വർഷത്തെ എക്സ്പെൻസും അതേ വർഷത്തെ റവന്യൂ നമ്മൾ എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക? എന്തിനു വേണ്ടിയിട്ടാണ്? എത്രത്തോളം ഒരു വർഷം പ്രോഫിറ്റ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. ഓരോ വർഷവും എത്ര പ്രോഫിറ്റ് എത്ര ലോസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ എന്താ കാൽക്കുലേഷനിലേക്ക് എടുക്കുക? ഒരു വർഷത്തെ എക്സ്പെൻസും അതേ വർഷത്തെ ഇൻകം ആണ് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേഷനിലേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്ലിയർ ആയി. എക്സ്പെൻസും ആ വർഷത്തെ ഇൻകം മാച്ച് ചെയ്തിട്ട് ഇൻകം കൂടിയാൽ പ്രോഫിറ്റ് ഒന്നും എക്സ്പെൻസ് കൂടിയാൽ ലോസ് ഒന്നുമാണ് വരാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താ വരാം? ഒരു വർഷത്തെ എക്സ്പെൻസും അതേ വർഷത്തെ ഇൻകവും നമ്മൾ എന്ത് ചെയ്യും, മാച്ച് ചെയ്യും ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. ഇനി ബാലൻസ് ഷീറ്റ് എന്തിനാന്നുള്ളതാണ്, അതും നമ്മൾ പറഞ്ഞു അല്ലേ? ടു അസർട്ടൈൻ ഫിനാൻഷ്യൽ പൊസിഷൻ. ബാലൻസ് ഷീറ്റ് നമ്മൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ബാലൻസ് ഷീറ്റ് എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ ഉണ്ടാവും? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ, എക്സ്പെൻസും ഇൻകം ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരാം. അതേപോലെ ബാലൻസ് ഷീറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ എന്തെല്ലാം ഐറ്റംസ് എടുക്കും? ഒന്ന് ആലോചിച്ച് നോക്കാം. എന്തെല്ലാം ഐറ്റംസ് എടുക്കും? എക്സ്പെൻസും ഇൻകം ഇവിടെ എടുത്താൽ ഇനി എന്തൊക്കെ നമ്മളിപ്പോൾ പഠിച്ച ഐറ്റംസ്? അസറ്റ് ഉണ്ട് അല്ലേ? അസറ്റ് എവിടെ എടുക്കുക? ബാലൻസ് ഷീറ്റിലാണ് എടുക്കുക. അസറ്റ് നോക്കിയാൽ നമുക്ക് അറിയാലേ, ഒരു ടോട്ടൽ അസറ്റ് 1 crore ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് ഫിനാൻഷ്യലി സൗണ്ട് ആണെന്ന് പറയൂലേ. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കാനുള്ളതാണ്. സോ അസറ്റ് അവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? അസറ്റിന് ഇക്വലന്റ് ആയിട്ട് ലാബിലിറ്റി ഉണ്ട് അല്ലേ? 2 ടൈപ്പ് ലാബിലിറ്റി നമ്മൾ പറഞ്ഞു. ഒന്ന് ഔട്ട്സൈഡ് ലാബിലിറ്റി ആണ്, രണ്ടാമത്തെ ഇന്റേണൽ ലാബിലിറ്റി ആണ്. ഇന്റേണൽ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ ആണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഉണ്ടാവുക? ക്യാപിറ്റലും ഔട്ട്സൈഡ് ലാബിലിറ്റി ഒരു സൈഡിലും അതേപോലെ അസറ്റ് മറ്റൊരു സൈഡിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതും നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കാണിച്ചു തരും. ഒരു ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡും ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റലും എപ്പോൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വരും ക്ലാസ്സുകളിൽ എന്ത് ചെയ്യും? കാണിച്ചു തരും. ഓക്കെ, അപ്പൊ ഇതിലെന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ് എൻറ്റിറ്റി ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എടുക്കാനുള്ള ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. എന്താ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് എന്താ പറയുക, പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ ഡിസ്കൗണ്ട് വാങ്ങിയ ആളാണ്. എവിടെ പോയി പർച്ചേസ് ചെയ്താലും മലയാളിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ചോദിച്ചു വാങ്ങുന്നുള്ളതാണ് അല്ലേ? ഇപ്പൊ നമ്മൾ ഡിസ്കൗണ്ടിനെ കുറിച്ച് നമ്മൾ വളരെ എന്താ പറയാ, അത്രയും അവയർനെസ് ഉള്ള ആളാണ്. എവിടെ പോയാലും ഡിസ്കൗണ്ട് ചോദിക്കാൻ പഠിച്ച ആൾക്കാരാണ് അല്ലേ? പക്ഷെ ഡിസ്കൗണ്ടും രണ്ടായിട്ട് നമ്മൾ പഠിക്കുകയാണ്. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ട് ആണ്, മറ്റൊന്ന് ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. അപ്പൊ ഇത് തമ്മിൽ നല്ലൊരു വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. രണ്ടിന്റെയും ട്രീറ്റ്മെന്റിൽ ചെറിയ മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധിക്കുക. ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും തമ്മിലൊരു ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേഷനിലേക്ക് എളുപ്പമാവും. ഓക്കെ, എന്താ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ? ഡിസ്കൗണ്ട് ഗിവൺ അറ്റ് ദ ടൈം ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഡിസ്കൗണ്ട് എപ്പോഴാണ് തരുന്നത്? ബൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുമ്പോഴോ ആണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. അറ്റ് ദ ടൈം ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണെങ്കിൽ ആ ഡിസ്കൗണ്ടിനെ ട്രേഡ് ഡിസ്കൗണ്ട് എന്നാ പറയാം. ക്ലിയർ? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ടൗണിൽ പോയി ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ടൗണിൽ പോയതാണ്. അങ്ങനെ ടൗണിലൊരു ഷോപ്പിൽ കയറിയപ്പോൾ അങ്ങനെ എനിക്കൊരു ഷർട്ട് ഇഷ്ടമായി. ആ ഷർട്ടിന്റെ റേറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 1200 എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ബാർഗെയിൻ ചെയ്തു. 1200 എന്തല്ല പറ്റൂല, നിങ്ങൾക്ക് കുറച്ച് തരാൻ പറ്റുകയാണെങ്കിൽ എടുക്കുക, ഡിസ്കൗണ്ട് തരാണെങ്കിൽ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ലാസ്റ്റ് പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് 1000 നിങ്ങൾ എന്താക്കിക്കോ, ഈ ഷർട്ട് എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് തരുന്ന ഷർട്ടിന്റെ റേറ്റ് എത്രയാണ്? 1000 ആണ്. പക്ഷെ MRP എത്രയും 1200 ആണ്. അപ്പൊ എനിക്ക് കിട്ടിയ ഡിസ്കൗണ്ട് എത്രയാണ്? 200 ആണ്. ഇത് എപ്പം കിട്ടിയ ഡിസ്കൗണ്ട് ആണ്? അറ്റ് ദ ടൈം ഓഫ് പർച്ചേസിംഗ് ഓഫ് ഗുഡ്സ് അല്ലെ? ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടിയ ഡിസ്കൗണ്ട് ആണ്. ആ ഡിസ്കൗണ്ടിനെ ട്രേഡ് ഡിസ്കൗണ്ട് എന്നാണ് പറയാം. അപ്പൊ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു സാധനം ബൾക്കായിട്ട് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്നായിട്ട് എടുക്കുമ്പോഴോ പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുമ്പോഴോ കസ്റ്റമറിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആവാം. നമ്മളൊരു സാധനം സെയിൽ ചെയ്യാണ്, അപ്പോൾ കസ്റ്റമറിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആവാം. ഈ രണ്ട് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടോ ക്യാഷ് ട്രേഡ് ഡിസ്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് ബൈയിങ് ആവട്ടെ അറ്റ് ദ ടൈം ഓഫ് സെല്ലിംഗ് ആവട്ടെ, ഈ രണ്ട് ടൈമിൽ കൊടുക്കുന്ന ഡിസ്കൗണ്ടും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്നാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താണ്? ട്രേഡ് ഡിസ്കൗണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? റെക്കോർഡ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. പോയിന്റ് ക്ലിയർ ആയി വിചാരിക്കുന്നു. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകുന്നു, ആ പർച്ചേസ് ചെയ്യുന്ന സാധനത്തിന് 1200 എന്ന് പറഞ്ഞു, നമ്മൾ ബാർഗെയിൻ ചെയ്തു, 200 ലെസ് ചെയ്ത് തന്നു, നമുക്ക് ബില്ലിൽ എത്ര അടിച്ചത്? വെറും 1000 rupees ആണ്. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട പ്രൈസ് എത്ര? 1200 അല്ല,
നമ്മൾ ബിസിനസ്സിലേക്ക് ആ സാധനം പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന റേറ്റ് 1000 ആണ്. ഡിസ്കൗണ്ട് കിട്ടിയത് എവിടെയും കാണിക്കുന്നില്ല. ക്ലിയർ? ഇപ്പൊ ട്രേഡ് ഡിസ്കൗണ്ട് ട്രീറ്റ്മെന്റ് എന്താ? അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ബൈ ചെയ്യുമ്പോൾ കിട്ടിയതാണെങ്കിലും നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന് കൊടുത്ത ട്രേഡ് ഡിസ്കൗണ്ട് ആണെങ്കിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ട്രേഡ് ഡിസ്കൗണ്ട് മനസ്സിലായി വിചാരിക്കും. ഇനി ഇതിൽ കൊടുത്തൊരു എക്സ്പ്ലനേഷൻ ജസ്റ്റ് വായിച്ചു തരാം. ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് യൂഷ്വലി അലോട്ട് ബൈ ദ ഹോൾസെയിലർ ടു ദ റീറ്റെയിലർ. ഒരു ഹോൾസെയിലർ റീറ്റെയിലറിന് കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെയാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട്. നോർമലി ഒരു ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ തന്നെ ഒരു ഡിസ്കൗണ്ട് ആണ്. ആ ഡിസ്കൗണ്ട് അവരും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കില്ല, നമ്മളും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത് ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. നല്ലോണം ശ്രദ്ധിക്കണം. ക്യാഷ് ഡിസ്കൗണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ട ഡിസ്കൗണ്ട് ആണ്. നമുക്ക് കിട്ടിയതാണെങ്കിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. നമ്മൾ കസ്റ്റമറിന് കൊടുത്ത ഡിസ്കൗണ്ട് ആണെങ്കിൽ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ക്ലിയർ? ഒന്ന് നമുക്ക് എക്സ്പെൻസ് ആണ്, ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം. എന്നാൽ കസ്റ്റമർ സെല്ലർ നമുക്ക് തന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, അത് നമ്മുടെ ഇൻകം ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം. ഇപ്പൊ ട്രേഡ് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യൂല, ക്യാഷ് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യും. എന്താണ് വ്യത്യാസം? ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ പറഞ്ഞു ബൈയിങ് ആൻഡ് സെല്ലിങ്ങിന്റെ ആ ടൈമിലുള്ളതാണ്. ക്യാഷ് ഡിസ്കൗണ്ടോ അറ്റ് ദ ടൈം ഓഫ് ക്യാഷ് പേയ്മെന്റ് ഓർ ക്യാഷ് റെസിപ്റ്റ്. ക്യാഷ് പേയ്മെന്റ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ക്യാഷ് റിസീവ് ചെയ്യുമ്പോഴോ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ്. പർച്ചേസ് ചെയ്യുമ്പോഴോ സെയിൽ ചെയ്യുമ്പോൾ ഉള്ളതല്ല. നമ്മൾ ക്രെഡിറ്റിന് സെയിൽ ചെയ്യേ അല്ലെങ്കിൽ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുകയോ ചെയ്തു, അവിടെ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടാവാം. ക്ലിയർ? ഇനി നമ്മൾ പേയ്മെന്റ് കൊടുക്കാൻ നേരത്തെ നമ്മൾ ഓൾറെഡി 1000 റെക്കോർഡ് ചെയ്തു. പർച്ചേസ് ചെയ്ത ഗുഡ്സിന്റെ വാല്യൂ നമ്മൾ 1000 റെക്കോർഡ് ചെയ്തു. ഇനി നാം പേയ്മെന്റ് കൊടുക്കാൻ നേരത്തെ സെല്ലറിനോട് എന്ത് പറഞ്ഞു, ഡിസ്കൗണ്ട് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അല്ലേ? അപ്പൊ സെല്ലർ എന്ത് പറഞ്ഞു, ഓക്കെ 50 rupees കുറച്ചിട്ട് 950 പേ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഓൾറെഡി 1000 ആണ് ആ സെല്ലറിന് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തത്. ഇനി എത്ര കൊടുത്താൽ മതി? 950 കൊടുത്താൽ മതി. അപ്പൊ ആ 50 എനിക്ക് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് അല്ലേ? ഇപ്പൊ ക്യാഷ് 1000 കൊടുക്കാനുള്ള ഒരാൾക്ക് 950 മതി എന്ന് പറയുമ്പോൾ ബാലൻസ് 50 ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, ഇൻകം ആണ്. 1000 കൊടുക്കേണ്ട ആൾക്ക് 950 മതി, സോ 50 പ്രോഫിറ്റ് ആണ്. ആ ഇൻകം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇനി സെയിൽസിന്റെ കേസ് എടുക്കാം. നമ്മളൊരു സാധനം 10,000 സെയിൽ ചെയ്തു, നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇന്ന കസ്റ്റമർ ABC കമ്പനി 10,000 തരാനുണ്ട്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് 10,000 തരാനുണ്ട്. ആ 10,000 തരുമ്പോൾ അവരോട് നമ്മൾ എന്ത് പറഞ്ഞു, പെട്ടെന്ന് പേയ്മെന്റ് കിട്ടാൻ വേണ്ടി എന്ത് പറഞ്ഞു, മറ്റന്നാൾ തരാണെങ്കിൽ 9,000 മതി, 1000 ഡിസ്കൗണ്ട് തരാന്നല്ലേ. വിത്തിൻ 2 days കൊണ്ട് തരാണെങ്കിൽ 9,000 മതി എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ നമ്മളെ പേയ്മെന്റ് തരും. അതെന്തിനു വേണ്ടിയിട്ടാ? ആ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ. അങ്ങനെ അവർ 9,000 തന്നാൽ നമ്മൾ അവർക്ക് കൊടുത്ത ഡിസ്കൗണ്ട് അലൗഡ് ആണ് അല്ലേ. 10,000 കിട്ടേണ്ട നമ്മളുടെ വാല്യൂ 9,000 ആയിട്ട് എന്തായി, റിഡ്യൂസ് ആയി. പക്ഷെ നമുക്ക് പ്രോംപ്റ്റ് പേയ്മെന്റ് കിട്ടി അല്ലേ, നമുക്ക് ക്വിക്കായിട്ട് പേയ്മെന്റ് കിട്ടി. അങ്ങനെ പെട്ടെന്ന് പേയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസ്കൗണ്ട് എന്ത് ചെയ്യുന്നത്, കസ്റ്റമറിന് കൊടുത്തത്. ഓക്കെ, ആ ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എക്സ്പെൻസ് ആയിട്ട് ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് ആ 1000 കാണിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നു. ഡിസ്കൗണ്ട് 2 രീതിയിലുണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, അത് അറ്റ് ദ ടൈം ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. അത് എന്ത് ചെയ്യില്ല, ഇറ്റ് നോട്ട് റെക്കോർഡ്സ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലേ. അത് എന്ത് ചെയ്യില്ല, ഇറ്റ് നോട്ട് ഷോൺ ഓൺ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എന്നാൽ ക്യാഷ് ഡിസ്കൗണ്ടോ ഇറ്റ് ഷോൺ ഓൺ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നതാണ്. അത് എപ്പോഴാണ്, അറ്റ് ദ ടൈം ഓഫ് ക്യാഷ് പേയ്മെന്റ് ഓർ ക്യാഷ് റെസിപ്റ്റ്സ്. നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഇൻകം ആയിട്ടും, നമ്മൾ കസ്റ്റമറിന് ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഡിസ്കൗണ്ട് അലൗഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഇത്രയാണ് നമുക്ക് ടേംസ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്രയും എടുത്തത് മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ എടുത്ത ടോപ്പിക് ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഡെഫിനിഷൻസ് പഠിച്ചു, ഒബ്ജക്റ്റീവ്സ് പഠിച്ചു, ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, അതേപോലെ അക്കൗണ്ടിങ്ങിന്റെ സൈക്കിൾ പഠിച്ചു. ഇപ്പോൾ അതാ അക്കൗണ്ടിങ് ടേംസും പഠിച്ചു അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടിയും ഈ പറഞ്ഞതൊക്കെ ഒന്നും കൂടി എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത്